വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പടിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലായതാണ്. അതിന്റെ 68ാമത്തെ പേജിൽ താഴെ ഭാഗത്ത് നമ്മൾ ഈ കണക്കെടുപ്പ് നടത്താതെ ഇതിനെ കൃത്യമായിട്ട് എന്റെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളെ കണ്ട് മനസ്സിലാക്കാതെ എന്നിലുള്ള ഭയത്തെ, എന്നിലുള്ള വിദ്വേഷത്തെയും, എന്നിലുള്ള സ്വഭാവത്തിലുള്ള മറ്റു പല പ്രശ്നങ്ങളും അത് കണ്ടെത്തിയാൽ മാത്രമാണ്, അഥവാ ഇത് കടലാസിൽ പകർത്ത് കണ്ടെത്തുക എന്ന് പറഞ്ഞ മനസ്സ് കൂടി നമ്മൾ എഴുതി കൂട്ടിയിട്ട് കാര്യമില്ല. അത് കടലാസിൽ എഴുതാൻ തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് സന്നദ്ധതയുണ്ടെങ്കിൽ അത് സാധ്യമാവും. അത് അങ്ങനെ ചെയ്തില്ലാതെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളത് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികം പല രീതിയിലുള്ള ദ്രോഹങ്ങൾ അതിനകത്ത് വരാം. ഒരു സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു അമിത മദ്യപാനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അതിന്റെ എല്ലാ ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇവിടെ ആ രീതിയിലുള്ള ഒരു സന്തുഷ്ടമായ തലത്തിലേക്ക്, ഒരു സമാധാനപരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഇന്നത്തെ ദിവസത്തിൽ, നമ്മുടെ പ്രോഗ്രാം ഇന്നത്തെ ദിവസത്തെ കുറിച്ചാണ്. ആ ദിവസത്തിൽ നമുക്ക് ആകാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ മറ്റുള്ളവർ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബുക്ക് പറയുന്നതാണ്, അല്ലാത്ത പക്ഷം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു തുടർന്നാൽ തീർച്ചയായും കുടിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഈ വിദ്വേഷം, ദേഷ്യം, ഭയം, അതിൽ നിന്ന് ഭയത്തിന് ഉടലെടുത്തിട്ടുള്ള അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. പിന്നീട് നമ്മുടെ പല സെക്യൂരിറ്റീസ്, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, സെക്ഷുവൽ സെക്യൂരിറ്റി, ഇതിനൊക്കെ വിരുദ്ധമായിട്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ദൈനംദിനം. അപ്പൊ ഇതിനൊരു കണക്കെടുപ്പ് നടത്തിയിട്ട് അതിനൊരു പരിഹാരത്തിലേക്ക് നോക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അതിന്റെ പരിഹാരങ്ങൾ കാണാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ 4ാമത്തെ പടിയെ നമ്മുടെ റിക്കവറി പ്രോസസ്സിലെ ആദ്യത്തെ പടിയായിട്ട് ബുക്ക് പറയുന്നത്. നമ്മുടെ ബുക്കിന്റെ തുടക്കഭാഗത്ത് നമ്മളത് വായിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് നമ്മളത് കൃത്യമായിട്ട് തന്നെ 4ാമത്തെ പടി ചെയ്തിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് ഉള്ള ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. 69ാമത്തെ പേജിലാണ്. 69ാമത്തെ പേജില് ഞങ്ങൾക്ക് സ്വയം കഴിയാതിരുന്നത് വിശ്വാസം കൊണ്ട് കഴിഞ്ഞു എന്ന പുസ്തകത്തിൽ ആവർത്തിച്ച് നിങ്ങൾ മനസ്സിലാക്കിയത്. ഈ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ, എല്ലാ ചാപ്റ്ററുകളിലും സ്ലോലി നമ്മൾ ആ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ആത്മീയത, എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്, അതിനകത്തൊരു ആ വിശ്വാസം എന്നുള്ള വാക്കിൽ തന്നെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആത്മീയതയുടെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം, ഇല്ലേ? അപ്പൊ ആവർത്തിച്ച് നിങ്ങൾ ആരുടെ മൈക്ക് ഓണായി കിടപ്പുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. വായിച്ചു കഴിഞ്ഞു. സ്വന്തം ഇച്ഛാശക്തി ദൈവത്തിനും നിങ്ങൾക്കും ഇടയിൽ തടസ്സം നിന്നാലും ദൈവത്തിന് അത് മാറ്റാമെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. അപ്പൊ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞ ഒരു സമൂഹമാണ്. ആ ഇച്ഛാശക്തിയാണ് ദൈവത്തിനും എനിക്കും ഇടയിൽ തടസ്സം നിൽക്കുന്നത്. അങ്ങനെ നിന്നാലും ദൈവത്തിന് അത് മാറ്റാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. കാരണം ഒരു സംശയത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മുടെ എല്ലാം മനസ്സിൽ എനിക്ക് തോന്നുന്നു, ഞാൻ പലരോട് സംസാരിച്ചിട്ടുള്ളപ്പോഴൊക്കെ അല്ലെങ്കിൽ എന്റെ അനുഭവത്തിലും, ഞാൻ സ്വന്തം അനുഭവത്തിൽ തന്നെ പറയുകയാണെങ്കിൽ, ഞാനൊരു ഭയപ്പെട്ടുകൊണ്ടായി പ്രോഗ്രാമിന്. ദൈവം എന്നുള്ളൊരു വാക്ക് കേട്ടപ്പോ തന്നെ ദൈവം അല്ലെങ്കിൽ എന്നേക്കാൾ വലിയൊരു ശക്തി, എനിക്ക് പിന്നെ ദൈവം എന്നുള്ള വാക്ക് പറയാനായിട്ട് എനിക്കൊരു കാരണം ഞാനൊരു ഈശ്വര വിശ്വാസി എന്നൊന്ന് അടിച്ച് ജീവിച്ചിട്ടുള്ള ഒരു അജ്ഞേയവാദി എന്ന് പറയാം. ഒരു അജ്ഞേയവാദിയായിട്ട് എനിക്കെതിരൊന്നുമല്ല, ഞാൻ മതത്തിനെതിരൊന്നുമല്ല, പള്ളിയിലും പോകുമായിരുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ ദൈവം എന്നുള്ള ഒരു ഭാവമേ ഉണ്ടായിരുന്നില്ല. കാരണം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഭയമാണ് എനിക്ക്. ഞാൻ ശിക്ഷിക്കപ്പെടും, ഒരു ദിവസം പിടിക്കപ്പെടും, എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിന്നുള്ളൊരു ആ ഭയം എന്നെ കാർന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഒരു വിശ്വാസത്തിന്റെ ഇത് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇങ്ങനെയൊക്കെ ആയാൽ പോലും ദൈവത്തിന് അത് മാറ്റാൻ പറ്റുമെന്ന്. കാരണം നമുക്ക് എങ്ങനെ ബോധ്യപ്പെട്ടിട്ടുള്ളത്, മറ്റുള്ളവരിൽ ഈ വിശ്വാസം പൂവണിയുന്നത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ഈ വിശ്വാസം പ്രാവർത്തികമായിട്ട് അവർ വിജയകരമായിട്ട് മുമ്പോട്ട് പോകുന്ന കണ്ടപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. യെസ്, ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്നെ സുബോധവാനൊക്കെ എന്നേക്കാൾ വലിയൊരു ശക്തിക്ക് സാധിക്കും എന്നുള്ളത്. അവരൊക്കെ എന്താ ചെയ്തത്? എന്നെ സുബോധവാനാക്കുവാൻ ഞാനൊരു തീരുമാനം എടുക്കുന്നു. ഐ മേഡ് എ ഡിസിഷൻ. എന്റെ ജീവിത ഇച്ഛകളും ആ ശക്തിയിലേക്ക് തിരിച്ചുവിടുവാനായിട്ട് ഞാൻ തീരുമാനമെടുക്കുന്നു എന്നുള്ള. അപ്പൊ ഇത് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇതൊരു തെളിയിക്കപ്പെട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല.
സോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ ഇച്ഛാശക്തിയാണ് നമുക്ക് ഈ സെൽഫിൽ, അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു പോയിട്ടുള്ള ചാപ്റ്ററിൽ സെൽഫ് ഇമ്പോസ്ഡ് ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്ക്, സെൽഫ് വിൽ റൺ റൈറ്റ്, സ്വഹിതത്തിൽ തന്നിഷ്ടത്തിൽ ജീവിച്ച് ജീവിതം താറുമാറാക്കിയതിന് മദ്യപാനി നമ്മളൊരു ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് ആ രീതി ആ വാക്കുകൾ ചിലപ്പോൾ ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല എക്സാക്ട്ലി വാക്ക്, എന്നാലും അതിന്റെ അർത്ഥം ഇതായിരുന്നു. അതിന് എന്നെ സംബന്ധിച്ചുള്ള യാതൊരു സംശയവുമില്ല. തന്നിഷ്ടത്തിൽ ജീവിച്ചാണ് ജീവിതം വെച്ചത്. അതുപോലെ തന്നെ സെൽഫ് ഇമ്പോസ്ഡ് ക്രൈസിസ് ആണ്, ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്റെ ജീവിതത്തിൽ. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചപ്പോൾ എനിക്ക് പിന്നീട് മുമ്പോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട് വന്നില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐ മേഡ് എ ഡിസിഷൻ, മൂന്നാമത്തെ പടിയിൽ നിങ്ങളുടെ മൊത്തം വഴി നിങ്ങൾക്ക് ആത്മപരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ, ഫോർത്ത് സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു നല്ല തുടക്കം നടത്തി കഴിഞ്ഞു. യു സി ഹിയർ, ഇതൊരു തുടക്കമാണെന്ന് ഓർക്കുക. അപ്പൊ മൂന്നാമത്തെ പടിയിൽ പറയുന്നുണ്ട് നിങ്ങളുടെ മദ്യപാനം നിർത്തുക എന്നുള്ള ഒരു തുടക്കം മാത്രമായിരുന്നു. നാലാമത്തെ പടി എന്ന് പറയുന്നത് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തുക എന്നുള്ള ഈ പ്രോഗ്രാമിന്റെ ആദ്യത്തെ പടിയാണ്. ആദ്യത്തെ ഫസ്റ്റ് ആക്ഷൻ സ്റ്റെപ്പ്. ആദ്യത്തെ ഒന്നാമത്തെ പടി തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ഇതൊരു ആക്ഷൻ സ്റ്റെപ്പിന്റെ ആദ്യത്തെ പടിയാണ്. പ്രവൃത്തി ആവശ്യമുള്ള ഒരു പടിയാണ് ഇനി അങ്ങോട്ടുള്ളത്. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സംബന്ധിക്കുന്ന സത്യത്തിന്റെ സിംഹം നിങ്ങൾ വിഴുങ്ങുകയും അത് ദഹിക്കുകയും ചെയ്തിരിക്കുന്നു. ആ രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉള്ളില് ഈ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ, ഈ സത്യത്തിന്റെ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ശരിയായിട്ടുള്ള മുഖത്തിന്റെ, എന്റെ ശരിയായിട്ടുള്ള മുഖം മൂടിയാണ് ഞാൻ ജീവിച്ചിരുന്ന എന്റെ ശരിയായിട്ടുള്ള മുഖത്തിന് ഞാൻ ഇവിടെ കുഴിച്ചു മൂടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ഇതില് 4 പടികളുടെ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചത്. ആരുടെ മൈക്ക് മ്യൂട്ടായിട്ട് പോകുന്നു? ടിക്സൺ, നിങ്ങൾ കോഹോസ്റ്റ് ആയിട്ടിരുന്നവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ മ്യൂട്ട്. ഞാനും മ്യൂട്ടാക്കി. സോ ഈ സംസാരിക്കുന്നതിന്റെ ഫ്ലോ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് വരുമ്പോഴേ. അതൊരു സ്വഭാവ ദൂഷ്യമായിരിക്കും എന്റെ. എനിവേ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് മുമ്പോട്ട് പോകുന്നത് പ്രവൃത്തി പദത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററാണ്. ഇത് 18 പേജുണ്ട്. ഈ മലയാളത്തിലും 18 ആയിരിക്കണം, ഇംഗ്ലീഷിൽ 16 പേജാണ്, മലയാളത്തിൽ 18 പേജ്. ഈ 18 പേജില് ഓർക്കണം, 18 പേജിൽ 5 മുതൽ 11 പടിയെ കുറിച്ച് ഉള്ള പഠനമാണ്. 5 മുതൽ 11 പടിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് 5 മുതൽ 7 സ്റ്റെപ്പ് ഉണ്ട്. 7 സ്റ്റെപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത് 18 പേജിൽ മാത്രമാണ്. ആ സമയത്ത് 3-4 പടിക്കോ, 3-4 പടിക്ക് നമ്മള് യെസ്, നിങ്ങളൊന്നും എഴുതിയിട്ടിട്ടില്ലേ? 3-4 പടിക്ക് 13 പേജ്, 2 പടിക്ക് 13 പേജാണ്. ഒന്നാമത്തെ പടിക്കോ 54 പേജൊക്കെയാണ്, 54 പേജസ്. 42 പേജ് നമ്മുടെ അംഗങ്ങൾ എഴുതിയതും, 8-9 പേജ് ഡോക്ടറുടെ അഭിപ്രായം. അപ്പൊ ഒന്നാമത്തെ പടിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാം. 3-4 പടിക്ക് വേണ്ടിയിട്ട് 13 പേജുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ 7 പടികൾക്ക് 18 പേജ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നല്ലൊരു ഭാഗം നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. 4-ാമത്തെ പടി കഴിയുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ അർദ്ധവഴിയിൽ എത്തുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ആ വാഗ്ദാനങ്ങൾ വായിക്കുന്നുള്ളതില്ല, അതിന്റെ ഭാഗത്തേക്ക് നമ്മളുടെ ഒരു പ്രവേശനമാണ് ഇനിയുള്ളത്. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് ബിഗ് ബുക്ക് കയ്യിലുള്ളവർ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും, എനിക്കും പ്രയോജനപ്പെടും. നിങ്ങളുള്ളതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്, നിങ്ങൾ വരുന്നതുകൊണ്ടാണ് ഈ മീറ്റിംഗ് ഇങ്ങനെ പോകുന്നത്. എനിക്കതായാലും പ്രയോജനപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നത് നിങ്ങൾ സ്വയം മനസ്സിലാക്കിക്കോളാം. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ഞാൻ ദൈവത്തിനും എന്റെ സ്പോൺസർമാർക്കും നന്ദി പറയും. അപ്പൊ അധ്യായം 6 പ്രവൃത്തി പദത്തിലേക്ക്. ഒരു സ്വയം കണ്ടെത്തൽ നടത്തിയതിനു ശേഷം അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പിന്നീട് എന്താണ് ചെയ്യാനുള്ളത്?
ഒരു പുതിയ മനോഭാവവും ദൈവവുമായിട്ടുള്ള ഒരു പുതിയ ബന്ധവും ലഭിക്കുന്നതിന് ഞങ്ങളുടെ മാർഗത്തിലെ തടസ്സങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഴപ്പങ്ങൾ എന്താണെന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 4th സ്റ്റെപ്പ് കഴിയുന്നതോടുകൂടി നമ്മളിലൊരു പുതിയ മനോഭാവം ദൈവവുമായിട്ടുള്ളൊരു ബന്ധവും ലഭിക്കുന്നതിന് ഞങ്ങളുടെ മാർഗത്തിലെ തടസ്സങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഴപ്പങ്ങൾ എന്താ? നമ്മുടെ ഈ കുഴപ്പം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്യാരക്ടർ ഡിഫക്ട്സ്. ദൈവത്തിനും ഇടയിൽ അത് ഇംഗ്ലീഷ് എഴുതിക്കുന്നത് വി ഹാവ് ട്രൈങ് ടു ഗെറ്റ് എ ന്യൂ ആറ്റിറ്റ്യൂഡ്, എ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് അവർ ക്രിയേറ്റർ ആൻഡ് ടു ഡിസ്കവർ ദ ഒബ്സ്റ്റക്കിൾസ് ഇൻ അവർ പാത്ത്. നമ്മളുടെ ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുന്നതിന്, നമുക്ക് ജീവിക്കുന്നതിന്, ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതം, പുതിയൊരു ജീവിതം, ഇവിടെ അതല്ലേ പറയുന്നത്, പുതിയൊരു മനോഭാവത്തോടുകൂടി പുതിയൊരു ബന്ധവും കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഴപ്പങ്ങൾ അഥവാ നമ്മുടെ ആർക്കോ ചുമയുണ്ട്, മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് ഞങ്ങളുടെ കുഴപ്പങ്ങൾ എന്താണെന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സ്വയം കണ്ടെത്തലിൽ ദുർബലമാണെന്ന് തോന്നിയ വശങ്ങളിലേക്ക് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുമുണ്ട്. സ്വയം കണ്ടെത്തലിൽ നമ്മൾ തന്നെ കണ്ടെത്തിയ നമ്മുടെ ദൗർബല്യങ്ങളിൽ തോന്നിയ വശങ്ങളിലേക്ക് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, എന്റെ ദൗർബല്യങ്ങൾ എനിക്കറിയാം. അത് പണമാവാം, സാധാരണ രീതിയിൽ നമ്മൾ പറയത്തില്ല, നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, കനകം മൂലം കാമിനി മൂലം എന്നൊക്കെ പറയും ഇല്ലേ, ഒറ്റ വാക്കിൽ പറയുന്നു. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ധനത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ യുദ്ധം ചെയ്യുന്നു, കാമിനി, സ്ത്രീ, ഇതിനകത്ത് എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വിദ്വേഷം ഉണ്ടാവുന്നുണ്ട്, ഇതിൽ നിന്നും ഭയം ഉണ്ടാവുന്നുണ്ട്. ധനസമ്പാദനത്തിന് തെറ്റായിട്ടുള്ള വഴികൾ കൂടി പോകുന്നതിനോടത്ത് വിദ്വേഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ദേഷ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിൽ പരാജയപ്പെട്ടാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. ഇത് തന്നെ എല്ലാത്തിലും. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തോടുള്ള നമ്മളുടെ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങള്, അമിതമായിട്ടുള്ള ആസക്തികള് നമ്മളെ എന്നും നമ്മളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് അത് നമ്മളിവിടെ മനസ്സിലാക്കുന്നു 4th സ്റ്റെപ്പിൽ കൂടി. ഇനി അവയൊക്കെ ഒന്ന് പാകപ്പെടുത്തി പദം വരുത്തുവാനാണ് ഉള്ളത്. ഇതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രവർത്തനം ആവശ്യമുണ്ട്. മനസ്സിലായില്ല? ആ പ്രവർത്തനം, ആക്ഷൻ സ്റ്റെപ്പ്. അഗൈൻ 5th സ്റ്റെപ്പ് ഈസ് ഓൾസോ ആൻ ആക്ഷൻ സ്റ്റെപ്പ്. ആക്ഷൻ സ്റ്റെപ്പ് ആവശ്യമുണ്ട്. കാരണം ഇത് പൂർത്തിയാക്കുന്നതിന്റെ അർത്ഥം ദൈവത്തോടും, ഇത് പൂർത്തിയാക്കുക എന്നതിന്റെ അർത്ഥം, ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ വാക്കുകൾ, ദൈവത്തോടും ഞങ്ങളോട് തന്നെയും മറ്റൊരു വ്യക്തിയോടും യഥാർത്ഥ തരത്തിലുള്ള ഞങ്ങളുടെ കുറവുകൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട് എന്നാണ്. മുൻ അധ്യായത്തിൽ സൂചിച്ച രോഗമുക്തിക്ക് സഹായിക്കുന്ന 5ാമത്തെ പടിയിലേക്ക് ഇത് ഞങ്ങളെ എത്തിക്കുന്നു. മുൻ അധ്യായത്തിൽ ഇതിന്റെ അവസാനം നമ്മൾ വായിച്ചില്ലേ, നമ്മളുടെ ഇടയിൽ ദൈവത്തിനും എനിക്കും ഇടയിൽ നിൽക്കുന്ന ആ ഇച്ഛാശക്തി അഥവാ എന്റെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ, അതാണ് ആ തടസ്സങ്ങൾ. അതിനെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് മുമ്പും ഇതിനെക്കുറിച്ച് മൊത്തത്തിലൊരു ചില വാചകങ്ങൾ പല ഭാഗത്തും എഴുതിയിട്ടുണ്ട് ഇത് ചെയ്യുന്നതിന്റെ, ഈ രോഗവിമുക്തിക്ക്. കാരണം രോഗവിമുക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കവേർഡ്, വി ഹാവ് ടു ബി റിക്കവേർഡ് ഫ്രം ആൽക്കഹോളിസം, വി ഹാവ് ടു റിക്കവേർഡ് ഫ്രം അവർ ക്യാരക്ടർ ഡിഫക്ട്സ്. അത് യെസ്, this brings us to the 5th step in the program of recovery mentioned in the preceding chapter. A program of recovery. നമുക്ക് റിക്കവേർഡ് ആവണമെങ്കിൽ ഈ പ്രോഗ്രാം ഓഫ് റിക്കവറി, ഈ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വിജയകരമായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നിരത്തിയതിന് ഈ ഉപകരണങ്ങളെ നമ്മൾ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് പറയാം യെസ് ഐ ആം എ റിക്കവേർഡ് ആൽക്കഹോളിക് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഈ റിക്കവറി പ്രോസസ്സിൽ നമ്മൾ മുമ്പോട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് ഈ രോഗവിമുക്തിക്ക് സഹായിക്കുന്ന 5ാമത്തെ പടിയിലേക്ക് ഇത് ഞങ്ങളെ എത്തിക്കുന്നു. പക്ഷേ ഇതൊരു ബുദ്ധിമുട്ടുള്ള, അടുത്ത പാരഗ്രാഫ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുറവുകൾ മറ്റൊരാളുമായി ചർച്ച ചെയ്യുന്നുള്ളത്. ഈ പലപ്പോഴും ഈ 4ാമത്തെ പടി ചെയ്യാൻ മടിക്കുന്നതിന്റെ ഒരു കാരണം, ചെറിയൊരു പേഴ്സന്റ്, കുറച്ച് ആൾക്കാരുടെ ഒരു കാരണം, ഞാൻ ഈ 4th സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ 5ാമത്തെ പടി ചെയ്യണം, അതൊരാളോട് തുറന്നു പറയേണ്ട വരുന്നു. അതൊരു ഭയം, അതിന്റെ ആവശ്യമില്ല. ആ ഒരു കാരണം ഒരു തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. പക്ഷെ ചിലരുടെ കാര്യത്തിൽ ജെനുവിനുമാണ്.
അങ്ങനെ വരുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കാം, നിങ്ങൾ 4ാമത്തെ പടി എഴുതൂ. നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ 4ാമത്തെ പടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5ാമത്തെ പടി ചെയ്യേണ്ട ഒരു വ്യക്തി നമുക്ക് മുമ്പിൽ പ്രത്യക്ഷനായിരിക്കും. നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. മേ ബി നമ്മുടെ സ്പോൺസർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആരുമാവാം. നമ്മളെ ചിലർ ട്രീറ്റ്മെന്റ് സെന്ററിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ അവിടെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കൗൺസിലറായിട്ട് നല്ല ബന്ധമാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, നമ്മൾ ഡോക്ടറോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു പുരോഹിത വർഗത്തിൽ മതത്തില് ഇതായിട്ടുള്ള രീതിയിൽ അവരവരുടെ മതത്തിന് അനുസരിച്ചുള്ള ചില വിശ്വാസത്തിലെടുക്കാവുന്ന ആളുകളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്യുന്നത്, ഞാൻ വില്ലിങ് ആയിരിക്കാം, ഞാൻ 4th സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5ാമത്തെ പടി ചെയ്യാനായിട്ട്. എന്റെ 4th സ്റ്റെപ്പ് സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവിടെ പ്രവർത്തിക്കും. കാരണം ഇവിടെ നമ്മളിപ്പോ വായിച്ചില്ലേ, എനിക്കും ദൈവത്തിനും ഇടയില് ഇപ്പോഴത്തെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് വരുന്നതാണ്, സ്വന്തം ശക്തി ദൈവത്തിനും നിങ്ങൾക്കും ഇടയിൽ തടസ്സം എന്നാലും ദൈവത്തിന് മാറ്റാൻ പറ്റും. ദാറ്റ്സ് എ പ്രോമിസ്. ഈ ഭയത്തിനെ മാറ്റിയിട്ട് നമ്മുടെ മുമ്പിൽ അത് നടന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഭയം അതൊരു കുഞ്ഞു കാരണമായിട്ട് 4ാമത്തെ പടി ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട്, ഒത്തിരി ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. എവിടുന്നോ തലയിൽ കയറി വെച്ചിരിക്കുന്ന ഒരു വേണ്ടാത്ത ഒരു ചിന്തയാണത്. സോ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് അത് ഊന്നി പറയുന്നത്, നമ്മള് ആൾക്കാരെ ഇതാക്കാൻ വേണ്ടിയിട്ട് അനുഭവത്തിൽ പറയുന്നതാണ്. 7ഉം 8ഉം 10ഉം 12ഉം വർഷമായിട്ട് 15 വർഷമായത് 4th സ്റ്റെപ്പ് ചെയ്യാതെ നിൽക്കുന്ന ആളുകളെ അറിയാം. ഈ 4th സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എഴുതി കീറി കളഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തായാലും 5ാമത്തെ പടി മടിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ 4th സ്റ്റെപ്പ് ക്ലിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ 5ാമത്തെ പടിയും അത് ആ ഭാഗം പെട്ടെന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞു, ആരും തന്നെ എനിക്ക് എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ആരും തന്നെ 4th സ്റ്റെപ്പിന് 1-2 പേരെ വിളിച്ചെന്ന് പറഞ്ഞു. പക്ഷെ എക്സാക്ട്ലി 4th സ്റ്റെപ്പിന്റെ ഇതിനല്ല, അല്ലാത്ത പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് ചിലരൊക്കെ വിളിച്ചു. ഞാനതൊരു വലിയൊരു മഹാനായതുകൊണ്ടൊന്നുമല്ല പറയണം. 4th സ്റ്റെപ്പ് ചെയ്യാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ സഹായിക്കാൻ എനിക്ക് സാധിക്കും, ആ ഒരു ഉറപ്പ് എനിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ, അതുകൊണ്ട് ഈ പടി ചെയ്യണം. 4ഉം 5ഉം പടി ചെയ്താലാണ് നമ്മുടെ റിക്കവറി പ്രൊസീജിയർ ശരിയാവുന്ന നിലയിൽ പോകത്തുള്ളൂ. 4ഉം 5ഉം പടി കഴിഞ്ഞ ഒരാൾക്ക് മാത്രമാണ് ഒരാളെ സ്പോൺസർ ആവാനുള്ള യോഗ്യതയുള്ളൂ. 4ഉം 5ഉം പടി ചെയ്ത ഒരാൾക്ക് മാത്രമാണ് സർവീസ് മേഖലകളിൽ ഓരോരോ പൊസിഷനിൽ ഇരിക്കാൻ പറ്റുള്ളൂ, പാടുള്ളൂ. അതൊക്കെ ഗൈഡ് ലൈൻസിലുള്ളതാണ്. ഇതാരും പഠിക്കുന്നില്ല, മനസ്സിലായില്ലേ? അത് വായിച്ച് മനസ്സിലാക്കുന്നില്ല. അല്ലാതെയാണ് അതുകൊണ്ടാണ് ഈ സേവന രംഗത്തൊക്കെ ഈ ഉന്തും വള്ളിയും മത്സരവും വോട്ടെടുപ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. കാരണം ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ കൃത്യസമയത്തോളം എന്താണ് നമ്മുടെ ലവ് ആൻഡ് ടോളറൻസ്, സ്നേഹവും സഹിഷ്ണുതയുമാണ് നമ്മളുടെ നിയമ സംഹിത. സ്നേഹവും സഹിഷ്ണുതയുള്ളിടത്ത് എളിമയുണ്ടാവും, ഈ വാഗ്വാദങ്ങൾ ഉണ്ടാവില്ല, തർക്കങ്ങൾ ഉണ്ടാവത്തില്ല. കാരണം ഈ പടികൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മനസ്സിലാവും, എന്റെ മനസ്സമാധാനം കെടുത്താനുള്ള സംഭവമാണ്, എനിക്ക് ഇതിനകത്ത് ദൂരെ നിൽക്കണം. വി വിൽ സ്റ്റെപ്പ് ബാക്ക്. നമ്മൾ ഒരുപാട് പ്രാവശ്യം കൈ പൊള്ളിയ ആളുകളാണ്. അതേ വാക്ക് തന്നെ കുറച്ച് വരുമ്പം വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്റ്റവിൽ കൈവെക്കുമ്പോൾ ഒരു തീനാളം കണ്ടെന്ന പോലെ നമ്മൾ പിൻവലിയുന്നു. അങ്ങനെ പിൻവലിയാൻ സാധിക്കും. അത് എളിമയുടെ ഒരു ഇതാണ്, ഭാവമാണത്. അല്ലാതെ ഞാൻ അവിടെ യുദ്ധം ചെയ്യാൻ നിൽക്കരുത്. സോ ഈ രീതിയിൽ നിങ്ങൾ പടികൾ നിങ്ങളെന്നല്ല നമ്മൾ പടികൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. പക്ഷേ ഈ കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ യഥാർത്ഥമായ പ്രായോഗികതലത്തിൽ ഒറ്റയ്ക്കുള്ള വിലയിരുത്തൽ അപര്യാപ്തമാണെന്ന് ഞങ്ങൾ കാണുന്നു. ഞങ്ങളിൽ പലരും ഇനിയും കൂടുതൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണെന്ന് കണ്ടു. അങ്ങനെ ചെയ്യുന്ന ഒരു നല്ല കാരണങ്ങളുണ്ടെന്ന് തോന്നുമ്പോൾ മറ്റൊരാളുമായി ഞങ്ങളെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നത് കൂടുതൽ അനുരഞ്ജന സ്വഭാവമുള്ളവരാക്കി. പ്രധാന കാരണം താഴെ പറയുന്നതാണ്. പ്രധാന കാരണം ഈ പടി ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. ഈ പ്രധാന കാരണം ഇതാണ്: ഈ പ്രധാന പടി വിട്ടുകളഞ്ഞാൽ ഞങ്ങൾ കുടിയിൽ നിന്ന് മോചിതരാവുകയില്ല. ഈ പ്രധാന പടി വിട്ടുകളഞ്ഞാൽ ഞങ്ങൾ കുടിയിൽ നിന്ന് മോചിതരാവുകയില്ല. പിന്നെ എന്താണ് ഈ പറഞ്ഞിട്ട് കാര്യമില്ല? ഈ കുടിയിൽ നിന്ന് മോചിതരാവുകയില്ല. ഈ ആൽക്കഹോളിസം അല്ലെങ്കിൽ ആൽക്കഹോളിൽ നിന്ന് മോചിതരാവുന്ന കുടിക്കണമെന്ന് മാത്രം നിർബന്ധമില്ല.
ജീവിതം തന്റെ നരകമാക്കി വയ്ക്കും, മറ്റവരുടെ നരകമാക്കി. കുടിച്ചുകൊണ്ടിരുന്ന കാലത്ത് അത് തന്നെയാണ് ചെയ്തത്. ഇത് കുടിക്കാതിരിക്കുന്നതുകൊണ്ടുള്ള അപ്പൊ അൺക്യൂർഡ് ആൽക്കഹോളിസം, ഡ്രൈ ഡ്രങ്ക് സ്റ്റേറ്റ്, അതും കുടിക്കുന്നതായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. പിന്നെ കുറച്ചുകൂടെ ഭേദം കുടിച്ചിട്ട് ജീവിക്കായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ. ഫോർത്ത് സ്റ്റെപ്പിൽ നമുക്ക് ഇതേപോലെ ഒരു വാണിംഗ് വരുന്നുണ്ട്. നമ്മൾ അല്ലാത്ത വർഷം മറ്റുള്ളവർ ദ്രോഹിക്കുന്നുണ്ടെന്ന് തീർച്ചയായും നമ്മൾ കുടിക്കുന്നു. അഞ്ചാമത്തെ പടിയിൽ പറയുന്ന അടുത്തൊരു വാണിംഗ് ആണ്. ഈ പ്രധാന പണി വിട്ടുകളഞ്ഞാൽ ഞങ്ങൾ പൊടിയിൽ നിന്നും മോചിതരാവുകയില്ല. അപ്പൊ ഇതിനേക്കാൾ വലിയൊരു വാക്ക് നമുക്ക് വല്ലതും വേറെ വല്ലതും ഉണ്ട്? The best reason for if we skip this vital step, we may not overcome drinking. സോ അതുകൊണ്ട് ചെയ്ത് ഈ ബുക്ക് പറയുന്നതാണ്, ഞാൻ തമ്പി പറയുന്നതെല്ലാം നിങ്ങൾ ഓർക്കണം. കാലാകാലങ്ങളായി പുതുതായി വരുന്ന അംഗങ്ങൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ വിനയാനിതരാകുന്ന ഈ അനുഭവം അവഗണിക്കുന്നതിന് വേണ്ടി അവർ കൂടുതൽ എളുപ്പമായ മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് നോക്കിയിട്ടുണ്ട്. അനിവാര്യമായി അവരെല്ലാം കുടിയിൽ ചെന്ന് ചാടി. അനിവാര്യമായും അവരെല്ലാം എന്താണ് ഈ കാലാകാലങ്ങളായിട്ട് വന്നിട്ടുള്ള പുതുതായിട്ട് വന്ന അവരുടെ ജീവിതത്തിൽ ചിലവ് അവരുടെ മനസ്സിൽ തന്നെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ വിനയാനിതരാക്കുന്ന അനുഭവം അവഗണിക്കുന്നതിന് വേണ്ടി അവർ കൂടുതൽ എളുപ്പമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കും. എന്താ എളുപ്പമാർഗം? മനസ്സിൽ തന്നെ ഇത് എന്തിനാ ഞാൻ എഴുതുന്നത്, ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ച് എന്റെ മനസ്സിൽ ഇതെല്ലാം കുറിച്ചിട്ടു, അങ്ങനെ പോയപ്പോരെ എന്റെ ഫോർത്ത് സ്റ്റെപ്പ് ആയില്ലേ. ഞാൻ ദൈവവുമായിട്ട് സംസാരിക്കുന്നു. മറ്റൊരാളോട് സംസാരിക്കാനായിട്ട് എനിക്ക് ഇതിനകത്ത് താല്പര്യമില്ല. എപ്പോഴെങ്കിലും സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ അതിന് ഇറ്റ് വിൽ നോട്ട് വർക്ക്. അത് വർക്ക് ചെയ്യത്തില്ല. അത് കൃത്യമായിട്ടുള്ളൊരു കണക്കെടുപ്പല്ല. കാരണം നമ്മളിത് എന്താണെന്ന് കൃത്യമായിട്ട് തിട്ടപ്പെടുത്തിയതാണ്. ആ തിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മുടെ ഇതിന് പ്രവർത്തനം ആവശ്യമുണ്ട്. ആ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ കടലാസിൽ തന്നെ എഴുതണം, അല്ലാതെ മനസ്സിൽ കുറിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് എപ്പോഴെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുക എന്നുള്ള രീതിയിലുള്ള ആ രീതി, അതാണ് എളുപ്പവഴി. അപ്പൊ അവരെല്ലാം എന്താ പറ്റിയോ, അവരെല്ലാം കുടിയിൽ ചെന്ന് ചാടി. ഞങ്ങളുടെ രോഗവിമോചന പദ്ധതിയിലെ മറ്റെല്ലാ കാര്യങ്ങളും പുലർത്തിയിട്ടും എന്തുകൊണ്ട് തങ്ങൾ വീണുപോയെന്ന് അവർ അത്ഭുതപ്പെട്ടു. ഞാൻ 1, 2, 3 പടികൾ കൂടി റെഗുലർ ആയിട്ട് മീറ്റിങ്ങുകൾക്ക് പോയിക്കൊണ്ടിരുന്നു. ഗ്രൂപ്പിന്റെ സെക്രട്ടറി ആയി, ഗ്രൂപ്പിന്റെ ട്രഷററായി, IGR ആയി, ഏതൊക്കെ പൊസിഷനും പോകാൻ പറ്റുമോ ആ രീതിയിലെല്ലാം പോയി. പല ഗ്രൂപ്പുകളിലും ഞാൻ സ്പീക്കറായിട്ട് പോയി. എന്നെ കേൾക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. എന്റെ അനുഭവങ്ങൾ, എന്റെ അനുഭവവും ശക്തിയും പ്രതീക്ഷയും ഞാൻ പങ്കുവെക്കുന്നതിനെ കുറിച്ച് ആളുകൾക്ക് നല്ല മതിപ്പായിരുന്നു. എന്റെ കുടുംബത്തിൽ നല്ല അഭിവൃദ്ധി വന്നു. പക്ഷേ എന്താ പറ്റിയത്? ഇതെല്ലാം ഇങ്ങനെ ചെയ്തു പോയവര് അനിവാര്യമായും അവരെല്ലാം കുടിയിൽ ചെന്ന് ചാടുകയാണ് ഉണ്ടായത്. നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ 1998 ഞാൻ 1 വർഷത്തെ സോബറേറ്റി ഉള്ളപ്പോഴാണ് ഞാൻ ഈ കേരളത്തിൽ ഡൽഹിയിൽ നിന്ന് വരുന്നത്. 1998 വന്നത്. എന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേരെ കൽപ്പറ്റയിലേക്ക് പോയത്. കൽപ്പറ്റ വയനാട്ടിൽ വെച്ച് അന്ന് GSOയുടെ കോൺഫറൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ 1 വർഷത്തെ സോബറൊന്നും ചെറുപ്പക്കാരനല്ലേ, 37 വയസ്സല്ലേ ഉള്ളൂ. 37 വയസ്സ് ചെറുപ്പമാണല്ലോ. എനിവേ അന്ന് 6 മാസത്തിലെ GSO കോൺഫറൻസുകൾ ഇന്ത്യയുടെ പല ഭാഗത്ത് വെച്ച് നടക്കുന്നത്. ആ വർഷത്തെ കോൺഫറൻസ് കേരള ഇന്റർ ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ കേരളത്തിലേക്ക് വന്നപ്പോ എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഇങ്ങനെ ഇന്ത്യയിൽ മൊത്തമുള്ള അംഗങ്ങളെ കാണാൻ. പോരാത്തതിന് കേരളത്തിൽ വെച്ചാകുമ്പോൾ കേരളത്തിലുള്ള ഒരുപാട് കേരളത്തിൽ നിന്നും ഉള്ളൊരു വളരെ ഒരു നല്ലൊരു GSO കോൺഫറൻസ് ഒന്ന് കൽപ്പറ്റയിലുള്ള വയനാട്, കോഴിക്കോടുള്ള അംഗങ്ങളായിരുന്നു അതിന് നേതൃത്വം നൽകുന്നത്. നല്ല രീതിയിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. ആ ഇവന്റില് അന്ന് 100 കണക്കിന് മലയാളികള് അംഗങ്ങൾ ഉണ്ടായിരുന്നു. പലരെയും പരിചയപ്പെട്ടു. ഇന്ന് ഞാൻ അതിനകത്ത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ തന്നെ എനിക്ക് പറ്റും. കൂടി വന്ന ഒരു 10 പേര് കാണും ആ GSO കോൺഫറൻസിൽ ഉണ്ടായിരുന്നിട്ട്. 2-3 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഉള്ളവര് ഇല്ല. എവിടെ പോയി ആൾക്കാരൊക്കെ? എവിടെ പോയി? എപ്പോഴോ എവിടെയോ നമുക്ക് ഇവരെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഈ നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം ഇതാണ്. അനിവാര്യമായും അവരെല്ലാം കുടിയിൽ ചെന്ന് ചാടി. സോ അവരെല്ലാം കുടിയിൽ ചെന്ന് ചാടി. ഇന്നും ഈ പ്രോഗ്രാമിലുണ്ട്. അതേ കോഴിക്കോടും വയനാട്ടിലുള്ളവർ ഇന്നും റിക്കവറിയിലുണ്ട്. അവർ ഇന്നും ഈ പ്രോഗ്രാമിലുള്ളത് എന്തുകൊണ്ടാണ്?
അവർ പടികൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ റെഗുലറായിട്ട് മീറ്റിങ്ങുകൾ പോകുന്നുണ്ടാവും. സോ ഇതൊരു എക്സാമ്പിൾ ആണ്. എൻ്റെ മുമ്പിലുള്ള ഞാനൊരു കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നതാണ്. തിരുവനന്തപുരം മുതൽ അങ്ങ് കണ്ണൂർ കാസർഗോഡ് വരെയുള്ള അംഗങ്ങളെന്ന് അവിടെ സമ്മേളിച്ചിരുന്നു. അത്ര വലിയൊരു ഇതുണ്ടായിരുന്നില്ലെങ്കിൽ പോലും ആ കാലത്തും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു 10-100 പേരിൽ കൂടുതലുള്ള അംഗങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കിയെടുക്കണം. മനസ്സിലായില്ല, നമുക്ക് ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെയായി. പോരാത്തതിനിപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ സൂം മീറ്റിങ്ങുകൾ കൂടി ഒരുപാട് പേർക്ക് മെസ്സേജിൽ ഒരുപാട് പേര് റെഗുലറായിട്ട് മീറ്റിംഗ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ട്. ദിവസം 2-3 മീറ്റിങ്ങുകൾ ചെയ്യുന്നവരുണ്ട്. ചിലർ ഇപ്പോൾ തന്നെ ഈ മീറ്റിംഗിൽ തന്നെ ചിലർ ഓൺ ചെയ്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങണ ആൾക്കാരുണ്ട്, വേറെ ഗ്രൂപ്പിലുണ്ട്. നല്ലൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ പടികൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഞങ്ങളുടെ രോഗവിമോചന പദ്ധതിയിലെ മറ്റെല്ലാ കാര്യങ്ങളും പുലർത്തിട്ട് എന്തുകൊണ്ട് തങ്ങൾ വീണുപോയെന്ന് അവർ അത്ഭുതപ്പെട്ടു. അവർ അവരുടെ തന്നെ വീട് വൃത്തിയാക്കൽ, മനസ്സ് ശുദ്ധമാക്കൽ ഒരിക്കലും പൂർത്തിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതാണ് സംഭവിച്ചത്. ട്രസ്റ്റ് ഗോഡ്, ക്ലീൻ ഹൗസ്, ഹെൽപ്പ് അതേഴ്സ്. ഡോക്ടർ ബോബ് എഴുതി വെച്ചിട്ട് പോയതാണ്. ട്രസ്റ്റ് ഗോഡ്, യെസ്. 1, 2, 3 സ്റ്റെപ്പിൽ യെസ്. ക്ലീൻ ഹൗസ് നടന്നില്ല. പിന്നെ ഹെൽപ്പ് അതേഴ്സ്. അതുകൊണ്ടാണ് ഈ നമ്മളുടെ 170 പേജിൽ പറയുന്നില്ലേ, 170 പേജിൽ വരുമ്പോ നിങ്ങളിൽ ഇല്ലാത്ത ഒന്ന് മറ്റൊരാളിലേക്ക് സന്വേഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് വളരെ വ്യക്തമാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. 170 പേജിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വിഷയം എന്നുള്ളതിൽ നിങ്ങൾ താഴെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളിൽ ഇല്ലാത്ത ഒന്ന് മറ്റൊരാളിലേക്ക് സന്വേഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഹെൽപ്പ് അതേഴ്സ്. നിങ്ങളില്ലാത്ത എങ്ങനെ നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഒരു കോൾ വിളിച്ച് സഹായിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു സഹായമാണ്, അത് സഹായിക്കുന്നു. അതുകൊണ്ട് മറ്റൊരാളെ ആരെയും വിളിക്കേണ്ടെന്നോ അങ്ങനെ അതല്ല. ബട്ട് അതല്ല ഈ പ്രോഗ്രാം. അത് അവരോട് പറയണം. നമുക്ക് ഇതിലോട്ട് ചില പടികളൊക്കെ പ്രാക്ടീസ് ചെയ്ത് 6 മാസമായി കഴിയുമ്പോഴത്തേക്ക് 3 മാസമായി കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞ പടികളൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മറ്റൊരാളോട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്താ പറയാ, മീറ്റിങ്ങിന് വന്നുകൊണ്ടിരുന്നോ, പിന്നെ ആരെങ്കിലും ചിലർക്ക് ഇത്തിരി താല്പര്യം കൊണ്ട് എനിക്കൊന്ന് ഈ പടികളൊക്കെ ഒന്ന് ചെയ്യണല്ലോ ഏട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുടിക്കണില്ല. എന്നാ പിന്നെ ഇപ്പൊ മീറ്റിങ്ങിന് വന്നുകൊണ്ടിരുന്നാൽ മതി. പലയിടത്തും പറയുന്ന ഒരു കാര്യമാണ്, മീറ്റിങ്ങിന് വന്നുകൊണ്ടിരുന്ന സമയമാകുമ്പോൾ അതൊക്കെ പടിയൊക്കെ നടന്നോളും. സമയമാകുമ്പോൾ എങ്ങനെ പടികൾ നടക്കും? അതുകൊണ്ട് അത് നിങ്ങളത് മനസ്സിലാക്കണം. അപ്പൊ ഈ മനസ്സ് ശുദ്ധമാക്കൽ ഒരിക്കലും പൂർത്തിയാക്കാൻ നിങ്ങൾ അവർ സ്വയം പരിശോധന നല്ലവണ്ണം നടത്തി. പക്ഷെ എന്തോ ചില മോശം ധാരണകൾക്ക് മീതെ അവർ വീണ്ടും തൂങ്ങിപ്പിടിച്ചു. തങ്ങളുടെ താൻ എന്ന ഭാവവും ഭയവും മാറിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ അവർ കരുതി. എന്നിലുള്ള ഞാനെന്ന ഭാവവും ഭയമൊക്കെ മാറിയിട്ടുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് കരുതുകയാണ്. ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മറ്റൊരാളോട് തങ്ങളുടെ കഥ പറയാൻ തയ്യാറാകുന്നവരെ ഞങ്ങൾ കരുതുന്ന തരത്തിലുള്ള മതിയായ വിനയമോ നിർഭയത്വമോ സത്യസന്ധമയോ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താ ഇതിന്റെ പറയാൻ? സ്വയം നമ്മൾ തന്നെ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചു, നമ്മൾ തന്നെ മാർക്കിടുക, ഞാൻ തന്നെ തീരുമാനിച്ചു, യെസ്, നോ. അങ്ങനെയല്ല. 12 പടികളും 12 പാരമ്പര്യങ്ങളാണ് വായിക്കുന്നതെന്ന് തോന്നുന്നു. അത് നമ്മുടെ ഗ്രൂപ്പിലാണെന്നുണ്ടല്ല. ഈ പടിയിൽ വെച്ചാണ് നമ്മൾക്ക് ദൈവാനുഭവം ഉണ്ടായത്. അപ്പൊ ദൈവാനുഭവം ഉണ്ടാവുന്ന ഒരു പടിയാണ് ഗ്രൂപ്പിലായിരിക്കണം. അല്ലെങ്കിൽ 12 ഇതിനകത്തുണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ട് വായിച്ചായിരുന്നു. അല്ലെങ്കിൽ 12 12 പടികളും 12 പാരമ്പര്യങ്ങളും 5ാമത്തെ പടിയിൽ എഴുതിയിട്ടുണ്ട്. ഈ പടിയിൽ വെച്ചാണ് ആദ്യമായി ഞങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ ബാഹ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ? അപ്പൊ തങ്ങളുടെ തന്നെ ബയർ ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ they took inventory, all right, മനസ്സുകൊണ്ട് ഇൻവെന്ററി ഒക്കെ എടുത്തു. ബട്ട് hung on to some of the worst items in stock. ചിലർ കടലാസിൽ എഴുതിയാൽ പോലും ചിലത് സത്യസന്ധമായിട്ട് എഴുതാതെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കും. അങ്ങനെയുള്ളവരുടെ they only thought, ഇറ്റാലിക്സിലാണ് thought, italics, they had lost their egoism and fear. They only again thought they had humbled themselves, but they had not learned enough of humility, fearlessness and honesty.
in the sense we find it necessary until they told someone else all their life story. All എന്നുള്ളത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. തോട്ട് ഇറ്റാലിക്സിലാണ്, 2 പ്രാവശ്യം തോട്ട് എന്നുള്ളത് ഇറ്റാലിക്സിന് കൊടുക്കുന്നത്. ഇവിടെ എന്താണ്? until they told someone else all their life story. all. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, അവിടെ പെണ്ണ് പിടിക്കാൻ പോയ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അല്ലെങ്കിൽ ഞാൻ ഒരാളെ വഞ്ചിച്ചിട്ടുണ്ട്, ഒരാളോട് കാശ് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കാശ് മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഷടിച്ചു നിന്നു. അങ്ങനെ 8-9 പടികൾ വരുമ്പോ അങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. 8-9 പടിയിൽ വരുമ്പോ 9ാമത്തെ പടിയിൽ അങ്ങനെയൊക്കെയുള്ള കഥകൾ ഒത്തിരി ഉണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് പ്രേമബന്ധം ഉണ്ടായി, അവളെ ദുരുപയോഗം ചെയ്തു, അതിനുശേഷം നമ്മൾ വളരെ കണ്ണടച്ച് മാന്യനായിട്ട് നടന്നു. ആ കുട്ടിയുടെ ജീവിതം ചിലപ്പോൾ പല എന്തായാലും ഒരു നാശത്തിലേക്ക് പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതൊക്കെ നമുക്ക് മടിയാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതും മദ്യപാനായിട്ട് എന്താണ് ബന്ധം? പിന്നെ ചില കാര്യങ്ങളിലുള്ള ഭയത്തെ കുറിച്ച് ചിലർക്ക് എഴുതാനായിട്ട് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയമൊന്നുമില്ല. എന്ത് ഭയം? ഭയമായിട്ട് കിടന്നിട്ട് ഉറക്കം വരാത്ത ആളാണ്. പല കാരണങ്ങളുണ്ടാവാം. ഇത് എഴുതി തുടങ്ങുമ്പോൾ ഒരാളുടെ, അതിനാണ് നിങ്ങളുടെ സ്പോൺസർ വേണ്ടത്. ഈ സ്പോൺസറുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇത് എഴുതാനായിട്ട് തയ്യാറാകുമ്പോൾ എന്റെ മുമ്പിൽ, എന്റെ അടുത്ത് ശരിക്കും ഞാനിപ്പോ എന്റെ സ്പോൺസർ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്താണ്, ഞാൻ മടിച്ചു എഴുതാൻ നമ്മൾ, ഞാൻ പക്ഷെ തയ്യാറായി, ഇതല്ലാതെ കാര്യം നടക്കൂല എന്ന് ഈ ബുക്ക് വായിച്ച് കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. എഴുതാൻ തുടങ്ങിയപ്പോ അദ്ദേഹം എന്നോട് കൂടുതൽ കാര്യം, അദ്ദേഹത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കേട്ടപ്പോ തന്നെ എനിക്ക് സമാധാനമായി. എനിക്ക് പിന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒളിച്ചു വെക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. കാരണം ഇവിടെ 2 വ്യക്തികൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഓരോ AM മീറ്റിംഗിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അത് സൂം മീറ്റിംഗ് ആയിക്കോട്ടെ, ഫിസിക്കൽ മീറ്റിംഗ് ആയിക്കോട്ടെ. ഈ മീറ്റിംഗിൽ നമ്മളെ കേൾക്കാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. നിങ്ങൾ അങ്ങനെയൊന്ന് വിശ്വസിച്ച് ഇവിടെ സ്നേഹത്തിന്റെ ഭാവം മാത്രം വെച്ച്, ആരോടും ഒരു വിരോധം ഇല്ലാത്തൊരു ഭാവം ഉണ്ടാക്കി വെച്ച്, അത് തന്നെ വേണം. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എങ്കിലും സഹിഷ്ണുത കാണിച്ച് എന്തെങ്കിലും ആട്ടെ, അദ്ദേഹം കുറച്ച് വർഷം പഴയ ആളല്ലോ, അല്ലെങ്കിൽ പ്രായമുള്ള ഒരാളെ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഭാവം വെച്ച് ആ സമയത്ത് ഉള്ളിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാലോ, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, കിട്ടച്ച് പോയിക്കൂടെ, മനുഷ്യനെ മെനക്കെടുത്തുകയെന്ന് വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാം. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. ഇതൊക്കെ മദ്യപാനികളുടെ ജീവിതത്തിലുള്ള ചിന്തകളൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ളിടത്ത് സ്നേഹവും സഹിഷ്ണുതയില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കഥകളും ഇവിടെ തങ്ങളുടെ കഥ പറയാൻ തയ്യാറാകുന്നവരെ നൽകണം. അത് ചെയ്യാത്ത പക്ഷം, അങ്ങനെയില്ലാത്തവരടുത്തുള്ള ഞങ്ങൾ കരുതുന്ന തരത്തിലുള്ള മതിയായ വിനയമോ നിർഭയത്വമോ, we have to be fearless, we have to be honest, we have to be humble. എന്റെ 12 സ്റ്റെപ്പ് 11 പടികളുടെയും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എന്താണ്, ഹ്യൂമിലിറ്റിയാണ്. മനസ്സിലായില്ല? ആ ഹ്യൂമിലിറ്റി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഒരു എളിമയുള്ളവനായി മാറുന്നു. ആ എളിമ എല്ലാവരും ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന ദൈവികമായിട്ടുള്ള പരിണാമമാണ് എളിമ. എളിമയുള്ളവർക്ക് സ്നേഹമുണ്ട്, സ്നേഹമുള്ളവർക്ക് സഹിഷ്ണുതയുണ്ട്, സഹിഷ്ണുതയുള്ളവർക്ക് ഭക്തിയുണ്ട്, ഭക്തിയുള്ളവർക്ക് വിശ്വാസമുണ്ട്. ഇതെല്ലാം ഒരു ചരടിൽ കോർത്തിയെടുക്കുന്ന മുത്തുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വ്യക്തിയാണ് 12ാമത്തെ പടിയിൽ ഹാവിംഗ് ഹാഡ് എ സ്പിരിച്വൽ അവേക്കനിങ് ആസ് ദ റിസൾട്ട് ഓഫ് ദി സ്റ്റെപ്സ്. ഈ പടികളിൽ നിന്ന് കിട്ടിയ പ്രചോദനത്തിന്റെ ഫലം. പ്രചോദനം എന്നുള്ള വാക്ക്, മലയാളത്തിലുള്ള വാക്ക് വളരെ താഴ്ന്ന നിലയിലുള്ള വാക്ക്. അതിനേക്കാളും വലിയ വാക്കുമെല്ലാം ഉണ്ട് ഈ മലയാളത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സ്പിരിച്വൽ അവേക്കനിങ്, ആത്മീയമായിട്ടുള്ള ഉണർവ് എനിക്കറിയത്തില്ല. അതിന് ആരെങ്കിലും മലയാളത്തിൽ എക്സ്പെർട്ട് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ കണക്ക്. പക്ഷെ ഏതായാലും ഇത്ര മനസ്സിലായല്ലോ. വളരെ ഉന്നതമായിട്ടുള്ള തലത്തിലേക്കാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പടികളാണ് ഈ 4ഉം 5ഉം പടികൾ. ഇവിടെ ഞാൻ വിനയാന്യതനായിട്ട് മാറണം. യുദ്ധമില്ല. എനിക്കറിയുന്ന ആരോടെങ്കിലും യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഭയത്തിന് പോകും, വിദ്വേഷം ഉണ്ടാവും, എന്റെ സമാധാനം കിട്ടും, എന്റെ മനസ്സമാധാനം കിട്ടുന്നത്. ഇന്ന് എനിക്ക് അതിന് പണ്ടൊന്നും ഞാൻ അറിയത്തില്ലായിരുന്നു. എന്റെ മനസ്സമാധാനം കിടന്ന രാത്രി മുഴുവൻ കിടന്ന്
എന്ത് ചെയ്യണം, നാളെ എങ്ങനെ അതിനെ നേരിടണം, അങ്ങനെയുള്ള പല ചിന്തകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. മദ്യപിക്കുന്ന കാലത്തും മദ്യപാനം നിർത്തിയതിനു ശേഷം ഒക്കെയുള്ള കാലത്ത് ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെയില്ല. ഇന്ന് എനിക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട്, അനുഭവം കിട്ടിക്കൊണ്ടിട്ടുണ്ട്, ഇന്ന് മനസമാധാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്ത പാരഗ്രാഫിലേക്ക് വന്ന ഇത്തിരി ടയർഡാണ്, നോക്കാം എത്ര വരെ പോകുന്നു. അപ്പൊ മറ്റുള്ള പലരേക്കാൾ കൂടുതലായി ഒരു അമിത മദ്യപാനാസക്തൻ ഇരട്ട ജീവിതം നയിക്കുന്നു. മറ്റുള്ള പലരേക്കാൾ കൂടുതലായി ഒരു അമിത മദ്യപാനാസക്തൻ ഇരട്ട ജീവിതം നയിക്കുന്നു. മോർ ദാൻ മോസ്റ്റ് പീപ്പിൾ ദ ആൽക്കഹോളിക് ലീഡ്സ് എ ഡബിൾ ലൈഫ്. He is very much the actor. പുറം ലോകത്തിന് അയാൾ തന്റെ നാടക സ്വഭാവം കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ മദ്യപാനികളെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. മറ്റുള്ളവരെ പലരേക്കാൾ എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകളെക്കാൾ എല്ലാവർക്കും ഉണ്ടത്. പക്ഷെ നമ്മളിൽ കൂടുതലായി നമ്മൾ ഇരട്ട ജീവിതമാണ് നയിക്കുന്നത്. പുറം ലോകത്തിലെ അയാൾ തന്റെ നാടക സ്വഭാവം കാണിച്ചു. അയാളുടെ സഹജീവികളെ കാണിക്കുവാൻ അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണിത്. കുറെയൊക്കെ മാന്യത അനുഭവിക്കുന്ന അയാൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ താനത് അർഹിക്കുന്നില്ലെന്ന് തന്റെ ഉള്ളിൽ അയാൾക്കറിയാം. He wants to enjoy a certain reputation, but knows in his heart he doesn't deserve it. അപ്പൊ ഇത് ശരിയായിട്ടുള്ള സത്യസന്ധത ഒന്നൊരു മനുഷ്യൻ ഈ പ്രോഗ്രാമൊക്കെ ഈ 4-5 പടികളൊക്കെ വന്നിട്ടുണ്ട്. അയാൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, താൻ അത് അർഹിക്കുന്നില്ല. തന്റെ ഉള്ളിൽ സത്യസന്ധമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഒരു തരത്തിലൊരു ഒരു ഹമ്പിളാവുന്നൊരു സ്ഥലമാണ്. അപ്പൊ ഈ മദ്യപാനാസക്തൻ നമ്മളിൽ എല്ലാവർക്കും, ഇതിനെ ഞാൻ നിങ്ങളോടൊന്നും കൂടുതൽ കഥ പറയേണ്ട ആവശ്യമൊന്നുമില്ല, സ്വയം ആലോചിച്ചാൽ മതി. ഇപ്പൊ ഈ മീറ്റിംഗിൽ എത്ര പേരുണ്ട്? 36 പേരുണ്ട്. 36 പേര് സ്വയം ആലോചിച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉൾപ്പെടെ 36 പേര്, പലരുടെ ഉള്ളിൽ പല കാര്യങ്ങളും എരിഞ്ഞു പോയുന്നുണ്ട്. പലരുടെ ഉള്ളിലും ഭയമുണ്ട്. പലരുടെ ഉള്ളിലും ഇനി അങ്ങോട്ട് നാളെ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ നിൽക്കുന്നല്ലേ. പക്ഷെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ പുറത്തോ ഒന്നും കാണിച്ചെന്ന് വരത്തില്ല. ഇപ്പൊ മീറ്റിങ്ങിന് നമ്മൾ ഈ പ്രോഗ്രാം മുമ്പ് അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമ്മളുടെ ഡബിൾ ഇതാന്നുള്ളത് ഉറപ്പാണല്ലോ. ആരെ ചതിക്കണം, ആർക്കിട്ട് ഇത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ജീവിതം. പക്ഷെ ഏൽ വന്നതിന് ശേഷം ഈ മുഹമ്മദി അണിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. പക്ഷെ ഇവിടെ മാന്യത അനുഭവിക്കുന്ന നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ താൻ അത് അർഹിക്കുന്നില്ലെന്ന് തന്റെ ഉള്ളിൽ അയാൾക്കറിയാം. പക്ഷെ അതിന്റെ മുമ്പോട്ട് പോകുമ്പോൾ പറയാണ്, ഈ പരസ്പര വൈരുദ്ധ്യം ഈസ് മേഡ് വേഴ്സ്. ഞാൻ കൂടുതൽ കുടിച്ചു കൂത്താടുന്ന കാര്യങ്ങളെ ഇതിലൂടെ കൂടുതൽ വഷളാവുന്നു. ഇങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യം, ഈ പടികളൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ കുടിച്ചു കൂത്താടുമ്പോൾ കൂടുതൽ വഷളാവുന്നു. ബോധം തെളിയുമ്പോൾ അവ്യക്തമായവർക്കുന്ന ചില സംഭവങ്ങൾ അയാളെ പരിഭ്രാന്തനാക്കുന്നു. ഈ ഓർമ്മകൾ ഒരു ഭീകരമായ അനുഭവമാണ്. തന്നെ ആരെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടാവുമെന്ന ചിന്ത തന്നെ അയാളെ ഭയചകിതനാവുന്നു. കഴിയുന്നിടത്തോളം ഈ ഓർമ്മകളെ അയാൾ സ്വന്തം അന്തരംഗത്തിലേക്ക് തള്ളി അമർത്തുന്നു. ഒരിക്കലും ഇനി അവ പാൽവെളിച്ചം കാണുകയില്ലെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നു. സ്ഥിരമായ ഭയത്തിന്റെയും മാനസിക വിരോധത്തിന്റെയും ഇടയിൽ അയാൾ പെടുന്നു. അതാകട്ടെ കൂടുതൽ കുടിയിലേക്ക് അയാൾ എത്തിക്കുന്നു. ഇതാണ് ഇവിടെ ഒരു സംഭവം. ഈ രീതിയിൽ നമ്മൾ ഒരു ഡ്രൈ ഡ്രങ്ക് സ്റ്റേറ്റിൽ കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എഴുതിക്കുന്നത് ഇൻകൺസിസ്റ്റൻസി ഈസ് മേഡ് വേഴ്സ്. അപ്പൊ നമ്മുടെ ഈ പരസ്പര വൈരുദ്ധ്യം എന്നാണ് മലയാളത്തിൽ എഴുതുന്നതായിട്ട്, അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മളുടെ കൃത്യമായിട്ടുള്ള ആ പ്രോഗ്രാമിനെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുടിച്ചിരിക്കും. ബോധം തെളിയുമ്പോൾ നമ്മളുടെ ചില സംഭവങ്ങൾ നമ്മളെ പരിഭ്രാന്തനാക്കുന്നു. കുറെ നാളത്തെ റിക്കവറിക്ക് ശേഷം ഒരു റിലാപ്സ്. പോരാത്തതിന് പലർക്കും നമ്മൾ റിലാപ്സ് ആയെന്നുള്ള അറിഞ്ഞതും അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു വെച്ചിട്ടുള്ളത്. കാരണം കുടിക്കാതിരുന്നിട്ട് രണ്ടാമതൊരു റിലാപ്സിന്റെ സമയത്ത് കുടിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. റിലാപ്സ് ഒക്കെ ആയിട്ട് കുറെ നാളും കിടന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം നമ്മൾ എന്തൊക്കെ കാണിച്ചു വരുന്നത്. അത് നമ്മൾ കൂടുതൽ വിറയല്, ഭയപ്പെടുകയാണ്. എങ്ങനെ സമൂഹത്തെ നേരിടാം, ഈവൻ മീറ്റിംഗിലേക്ക് എങ്ങനെ വരാമെന്ന് പോലും പലരും വിചാരിച്ചിട്ട് നിൽക്കുന്ന സ്ഥലത്തുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ സ്ഥിരമായ ഭയത്തിന്റെയും മാനസിക വിഭവത്തിനും അയാൾ പെടുന്നു. അതാകട്ടെ കൂടുതൽ കൂടിയിലേക്ക് അയാൾ നയിക്കുന്നു. സോ അതിന്റെ ആവശ്യമില്ല. ഇത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സമയം ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ 4ാമത്തെ പടിയൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കണം.
നാലാമത്തെ പടി എഴുതി 5ാമത്തെ പടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഈ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇൻകൺസിസ്റ്റൻസി, അതാണ് ഇംഗ്ലീഷിലെ വാക്കാണ്. നമുക്ക് കൺസിസ്റ്റൻസി എന്നുള്ള റിക്കവറിയുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മളുടെ എല്ലാവരും സാധാരണ അതിൽ കഴിഞ്ഞ മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഒരു ആത്മീയ പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കി ദെൻ വി ഹാവ് ടു ഫോളോ സ്പിരിച്വൽ വേ. റിലീജിയസ് വേ എന്നല്ല ഞാൻ പറയുന്നത്, സ്പിരിച്വൽ വേ. അതിന്റെ അർത്ഥം എന്താണ്? ഡിസിപ്ലിൻഡ് ലൈഫ്. അത് വല്ലപ്പോഴും അല്ല, ആഴ്ചയിലൊരിക്കലല്ല ഡിസിപ്ലിൻഡ് ലൈഫ്. റെഗുലർലി, എവറി ഡേ. ഒരു പ്രാർത്ഥനയോടും ഒരു പുതിയൊരു നമുക്ക് ജീവിതം ആരംഭിക്കാൻ സാധിക്കണം. ഇവിടെ നമ്മളുടെ ഈ ബോട്ട് പോകുന്നതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. നമ്മൾ രാത്രിയിലെ 10ാമത്തെ പടിയിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ എന്നും രാത്രിയിൽ ഇപ്പോൾ തന്നെ എന്നും ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞാണ് കണക്കെടുപ്പ് നടത്തി പോകണം. അന്നത്തെ ദിവസത്തെ കണക്കെടുപ്പിലെ വരവ് ചെലവുകൾ എല്ലാ കാര്യങ്ങളിലും, പണത്തിന്റെ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഞാൻ എന്ത് ചെയ്തു, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയിട്ടുള്ളത്, എനിക്ക് കുറവെന്താണ്, അതിന് ഞാൻ എന്താണ് പരിഹാരം ചെയ്യണം, നമ്മൾ തീരുമാനത്തിലെത്തിയിട്ട് ആ രീതിയിൽ കണക്കെടുത്തുന്ന രാവിലെ പ്രസന്നവദനായിട്ട് എഴുന്നേക്കാൻ പറ്റും. ഒരു ഹാങ് ഓവർ ഇല്ലാതെ എനിക്ക് പറ്റും. സന്തോഷത്തോടുകൂടി ഭഗവാന്റെ മുമ്പിലേക്ക് നോക്കാൻ പറ്റും. ദൈവമേ എന്ന് വിളിക്കാൻ പറ്റും. ദൈവമേ നന്ദി എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ആ ശീലം, അതാണ് ഈ കൺസിസ്റ്റൻസി, അതാണ് ഡിസിപ്ലിൻഡ് ലൈഫ്. സോ അപ്പൊ അതുകൊണ്ട് ഈ ഭയത്തിന്റെ മാനസികമായ പെരുമാറ്റത്തിന്റെ പിടിയിൽ നിന്ന് അയാൾ പെടുന്നു. അതാകട്ടെ കൂടുതൽ കുടിയിലേക്ക് അയാൾ എത്തിക്കുന്നു. മനഃശാസ്ത്രജ്ഞന്മാർ ഞങ്ങളോട് യോജിക്കുവാൻ തയ്യാറുള്ളവരാണ്. പരീക്ഷണങ്ങൾക്ക് വേണ്ടി $1000 ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ഡോക്ടർമാർക്ക് ഒരു നല്ല തുടക്കം കുറിക്കുന്നതിനുള്ള അവസരം കൊടുത്തിട്ടുള്ള ഉദാഹരണം ഞങ്ങളുടെ കാര്യത്തിൽ വിരളമാണ്. അവരുടെ ഉപദേശങ്ങൾ പിന്തുടരുകയോ അവരോടുള്ള സത്യങ്ങൾ തുറന്നു പറയുകയോ ഞങ്ങൾ ഒരിക്കലും ചെയ്തിരുന്നില്ല. ഞങ്ങളുടെ അനുകമ്പം ഉണ്ടായിരുന്ന ഈ ആളുകളോട് സത്യസന്ധത പുലർത്താൻ ആഗ്രഹമില്ലാതെ ഞങ്ങൾ ആരോടും സത്യസന്ധത പുലർത്തുന്നവരാൽ ആയിരുന്നില്ല. അമിത മദ്യപാനാസക്തിയെ കുറിച്ച്, അവരുടെ രോഗശമനത്തിനുള്ള സാധ്യതയെക്കുറിച്ച് വൈദ്യശാസ്ത്ര രംഗത്തുള്ള പലർക്കും തീരെ കുറഞ്ഞ അഭിപ്രായമാണ് ഉള്ളത് എന്നതിൽ ഒട്ടും അത്ഭുതത്തിന് അവകാശമില്ല. അപ്പൊ ഇത് വളരെ മനഃശാസ്ത്രജ്ഞന്മാര്, ഡോക്ടേഴ്സ്, നമ്മുടെ കാര്യങ്ങൾ അത് കുറച്ച് എന്നാണ് തർക്ക വിഷയത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്, മനസ്സിലായില്ലേ? Psychologists are inclined to agree with us. We have spent thousands of dollars for examinations. We know but few instances where we have given them the doctor's fair rate. We have seldom told that the whole truth nor have followed their advice. പക്ഷെ പലരും ഇന്നും മെഡിക്കൽ സയൻസിനെ ഒരു ഷീൽഡായിട്ട്, ഒരു കവചമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വശം. അത് ഡോക്ടേഴ്സും അതിനെ ദുരുപയോഗം ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള പണമുള്ള ആളുകളെ ഇന്നും ദുരുപയോഗം ചെയ്തു പോവാണ്. ഈ മെഡിക്കൽ സയൻസിന് ഇതിന് സാധിക്കുമോ എന്നായിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. 1939 ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിനും ഏതാനും ഒരു വർഷം മുമ്പ് ഇതായിരിക്കണം ഡോക്ടേഴ്സ് ഒപ്പീനിയനിൽ ഡോക്ടർ സിൽക്വർത്ത് എഴുതുന്നു. അദ്ദേഹം എഴുതിയ വളരെ കൃത്യമായിട്ടുള്ള ഒന്നാണ്. ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന് ഇതിന് മനസ്സിലായില്ല പ്രശ്നം എന്താണെന്നുള്ളത്. ഇത് മെന്റലി ആൻഡ് ഫിസിക്കലി, മുമ്പ് മെന്റലി എന്ന് മാത്രമാണ് കരുതുന്നത്. ഡോക്ടർ സിൽക്വർത്ത് ആണ് അത് ശാരീരികമായിട്ടും ബാധിക്കുന്ന രോഗമാണെന്ന് പറയുന്നത്. ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൽക്കഹോളിക്സ് നീഡ് മോറൽ സൈക്കോളജി, അഡ്മിറ്റിംഗ് ദ ട്രൂത്ത്, സത്യത്തെ അംഗീകരിക്കുക. ഡോക്ടേഴ്സ് പറയാവുന്ന രീതിയിൽ എല്ലാം പറഞ്ഞു. നിന്റെ ജീവിതം പോകും, നിന്റെ ലിവർ പോകും, നിനക്ക് അത് പോകും, നിന്റെ സമ്പത്തും പോകും. എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം മദ്യപാനികൾ പറഞ്ഞോ ഇനിയും സമയമുണ്ട്, എനിക്ക് സാറ് എന്തെങ്കിലും ഗുളിക എഴുതി തരാൻ പറയും. 1 മാസം ഞാനിവിടെ കിടന്നിട്ട് എന്നെ പുറത്ത് വിട്ടാൽ ഞാൻ അപ്പോഴത്തേക്ക് ശരിയായിക്കോളും പറയും. പിന്നെ ഇറങ്ങി അതിന്റെ പിറ്റേ ദിവസം തന്നെ അടിക്കും. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു ഗുളിക എടുത്തിട്ട് ഇത് മാറിയ ചരിത്രമില്ല. ഈ മാറിയിട്ടുള്ളവർക്കും ബിഗ് സല്യൂട്ട്. ചില കാര്യങ്ങളിലും ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഗുളിക കഴിച്ചുകൊണ്ടാണോ എന്താണെന്നോ നമുക്കറിയത്തില്ല.
3 തരത്തിലുള്ള ആൽക്കഹോളിക്കിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തതാണ്. മദ്യാസക്തിയെ പറ്റി കൂടുതൽ വിവരങ്ങളിൽ അതിനകത്തുള്ളതിൽ ആ 3ാമത്തെ തരത്തിലുള്ള ആളുകളാണ് നമ്മൾ. അവരുടെ കാര്യത്തിൽ ഇതൊന്നും വർക്ക് ചെയ്തിട്ട് വളരെ റെയറാണ്. വളരെ റെയറസ്റ്റ് ആണ്. പക്ഷെ ഇന്നും ഡോക്ടേഴ്സ് അവകാശപ്പെടുന്നില്ല. അവര് കുറെ ടെക്നിക്കൽ പേരുകളും ചില ഇതൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ എന്താ ചെയ്യാ, ആളുകൾ വീട്ടുകാർ സഹകരിക്കുന്നപ്പോ സാമ്പത്തികമായിട്ടും പിന്നെ പോലെ തന്നെ റിഹാബുകളും ഒരു എന്താണ് പറയുന്ന ഒരു സുഖവാസ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോ ഡൽഹിയിലാണ്. ഇവിടെയൊക്കെ 3 മാസത്തേക്കൊക്കെ 3.5 ലക്ഷം രൂപയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? 4 ലക്ഷം, 3.5 ലക്ഷം. 3 ലക്ഷം ഒക്കെ കോമൺ ആണ്. അപ്പൊ AC റൂം, നല്ല ഫുഡ്, സൗകര്യങ്ങൾ, TV ഇതെല്ലാം കണ്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും എക്സസൈസും കുറെ മരുന്നൊക്കെ ആയിട്ട് 3 മാസം കഴിഞ്ഞ് ഇറങ്ങും. 3 മാസം 6 മാസത്തെ കഴിയുമ്പോൾ വീണ്ടും വീട്ടുകാർ കൊണ്ട്, കാശുള്ളവരാണ് കൊണ്ടുവരും. അല്ലാത്തവരുണ്ട്, കാശില്ലാത്തവരുണ്ട്. 20,000 30,000 അവിടെ നല്ല അടിയും കൊടുത്ത് 6 മാസം 3 ചിലർ തിരിച്ചു വിളിക്കാനും വരാതെ ഒന്ന് തള്ളി പുറത്ത് അടിച്ചു കൊണ്ടു നല്ല അടിയും കൊടുത്തിട്ട്. ശരി, ഇതെല്ലാം ചികിത്സാ കേന്ദ്രങ്ങൾ ചെയ്യുന്നതാണ്. എന്നിട്ടും ഈ ഒരുപാട് ഡോക്ടർമാരുണ്ട് വാസ്തവത്തിൽ ചെയ്യുന്ന ഇങ്ങനെയുള്ളൊരു, അവരെ കുറിച്ചൊക്കെ എന്ത് പറയണം. യെസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു തർക്ക വിഷയത്തിലേക്ക് വന്നൊരു ഇതാണ്. അതിൽ നമുക്ക് അങ്ങോട്ട് അധികം പോകണ്ട. അപ്പൊ അവരുടെ ഉപദേശങ്ങൾ പിന്തുടരുക, അവരോട് ഉള്ള സത്യങ്ങൾ തുറന്നു പറയുക ഞങ്ങൾ ഒരിക്കലും ചെയ്യുന്നില്ല. ആ ഒരു കാര്യം ആരെയും അംഗീകരിക്കും. ഒരുത്തിനും ഒരു 4th സ്റ്റെപ്പ് തന്റെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ കൊടുത്തില്ല. ചിലര് AA പ്രോഗ്രാമിനൊക്കെ കോപ്പി ചെയ്തുകൊണ്ടാണ് പല റിഹാബുകളും അവരവിടെ 4th സ്റ്റെപ്പ് എഴുതാൻ പറയാതെ ഈ വെള്ളം അടിച്ച് തൂങ്ങി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കി ഭാര്യനെ ചീത്ത പറഞ്ഞു, അപ്പനെ ചീത്ത പറഞ്ഞു, ഡോക്ടറും ചീത്ത പറയുന്നോട് പറയണമെന്ന് 4ാമത്തെ പടി എഴുതുന്ന പറഞ്ഞാൽ എഴുതിയില്ലെങ്കിൽ വിടത്തില്ല എന്ന് പറയും. അപ്പൊ പിന്നെ അവൻ എന്തെങ്കിലും എഴുതി വെക്കും. 5ാമത്തെ പടി കൗൺസിലറായിട്ട് ഏതെങ്കിലും കൗൺസിലറുടെ ഏതെങ്കിലും ഒരു മദ്യപാനിയുള്ള കാര്യം തുറന്നു പറയും. എന്തെങ്കിലും കലവലാന്ന് പറഞ്ഞിട്ട് എന്ത് വരും, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയും. അതല്ല നമ്മുടെ പ്രോഗ്രാം. അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെ, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയും ഞങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി. 5ാമത്തെ പടിയിൽ ഇപ്പൊ നമ്മളായിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ദൈവത്തോടും സ്വന്തമായി വേറൊരു വ്യക്തിയോടും ഞങ്ങൾ കൃത്യമായി ഏറ്റുവരും. ഇതാണ് നമ്മുടെ റിക്കവറി പ്രോസസ്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തൂടെയാണ് നമ്മളിപ്പോ ആയിരിക്കുന്നത്. ഞങ്ങളുടെ അനുകമ്പം ഉണ്ടായിരുന്ന ഈ ആളുകളോട് സത്യസന്ധത പുലർത്താൻ ആഗ്രഹമില്ലായിരുന്നു. ഞങ്ങൾ ആരോടും സത്യസന്ധത പുലർത്തുന്നവരായിരുന്നില്ല. ഞങ്ങളുടെ അനുകമ്പം ഉണ്ടായിരുന്ന ഈ ആളുകളോട് സത്യസന്ധത പുലർത്താൻ ആഗ്രഹമില്ലായിരുന്നു. ഞങ്ങൾ ആരോടും സത്യസന്ധത പുലർത്തുന്നവരായിരുന്നില്ല. വായിച്ചു കഴിഞ്ഞാൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ലേ? അപ്പൊ നമ്മളോട് ഈ ഡോക്ടേഴ്സിന് അനുകമ്പയുണ്ട്, കൗൺസിലേഴ്സിനൊക്കെ ഉണ്ട്. പക്ഷെ അവരോട് സത്യസന്ധത പുലർത്താൻ നമുക്കൊരിക്കലും ആഗ്രഹമില്ല. അങ്ങനെയുള്ളായിരുന്നവർ നമുക്ക് ആരോടും സത്യസന്ധത പുലർത്താൻ സാധിക്കുകയില്ല. ഈ സത്യസന്ധത എന്നുള്ളത് ഹോണസ്റ്റിയാണ് നമ്മുടെ ബേസ്. 1ാമത്തെ പടിയുടെ ബേസ് എന്താണ്? ഹോണസ്റ്റിയാണ്. ആ സത്യസന്ധത നമുക്ക് ഈ പറയുന്ന ഡോക്ടർമാരോ റിഹാബിലോ ഒന്നും പോയി കിടന്നിട്ടൊന്നും നടക്കാൻ പോകണമെന്നില്ല. അങ്ങനെ ഒരു ലെങ്ത് ഓഫ് സെപ്പറേറ്റ് ഇല്ല. വളരെ റയർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് റിഹാബിൽ പോയിട്ട് ഒക്കെ റിക്കവറിയിൽ വന്നതിന് ശേഷം. പക്ഷെ റിഹാബിൽ പോയിട്ട് അവർക്ക് മെസ്സേജ് കിട്ടിയിട്ട് തിരിച്ച് AIയിൽ വന്നിട്ട് റെഗുലർ ആയിട്ട് മീറ്റിംഗ് വന്നിട്ട് റിക്കവറിയിലുള്ള ഒരുപാട് ആളുകൾ എനിക്കറിയാം. അവരെല്ലാം പറയുന്നത് ഓക്കെ, ശരീരത്തിൽ നിന്നുള്ള വിടുതൽ അവർ മാറ്റി തന്നു. പക്ഷെ എനിക്ക് റിക്കവറി വന്നത് ഞാൻ AIയിൽ പ്രോഗ്രാം വന്നിട്ട് ഇങ്ങനെ പടികൾ പ്രാക്ടീസ് ചെയ്തതിനു ശേഷമാണ്. റിഹാബിൽ വെച്ചിട്ടും 4ാമത്തെ പടി 5ാമത്തെ പടിയൊക്കെ എഴുതിച്ചെന്ന് പറയും. അതൊന്നും ഞാൻ ചുമ്മാ പേരിന് എഴുതിയാൻ പറയും. സത്യസന്ധമായിട്ട് എഴുതിയത് AIയിൽ വന്നതിന് ശേഷമാണ്. ആ ഒരു അനുഭവം കേൾക്കാൻ പറ്റും. അതുകൊണ്ട് റിഹാബുകളെ നമുക്ക് പൂർണ്ണമായിട്ട് എഴുതി തള്ളാനൊന്നും പറ്റുമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നായാലും വിടുതൽ മാറ്റി കൊടുക്കാൻ പറ്റും. അവർക്കൊരു മെസ്സേജും കൊടുക്കും. നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സാധാരണ ഒരു ഇതുള്ള റിഹാബ്, ചില റിഹാബുകൾ പോരെന്നും പറയും. നമ്മുടെ നാട്ടിലുള്ള റിഹാബുകൾ, നമ്മുടെ കോട്ടയത്തൊക്കെ ഉള്ള ചില റിഹാബുകൾ
പാലയിലൊക്കെ ഉള്ള, പാലയിൽ എനിക്കറിയത്തില്ല, കോട്ടയത്തുള്ള 1-2 റിഹബുകൾ എനിക്കറിയാം. അവർ പറയും നിങ്ങളെ മീറ്റിംഗ്സ് പോയേക്കരുതെന്ന്. എന്നാ അവർ പറയും പോയിട്ടുണ്ടെങ്കിൽ കൂടുതലോ പ്രശ്നങ്ങളിലേക്ക് പോകുള്ളെന്ന് പറയും. സോ അത് അങ്ങനെ ഒരു കഥയുണ്ട്, അതങ്ങനെ കിടക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യമുള്ളൂ, സത്യം. ആർക്കോ കോട്ടുവ വരുന്നുണ്ട്. ഞാൻ മ്യൂട്ട് ചെയ്തോളാം. സാർ പറഞ്ഞു. സോ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വലിയ തർക്ക വിതർക്കങ്ങളിലേക്ക് പോകാതിരിക്കാം. എനിക്ക് എന്താണ് വേണ്ടെന്നുള്ള അവരൊരു തീരുമാനിക്കും. നമുക്ക് ഈ ലോകത്തെ ഒന്നും എല്ലാവർക്കും ഒന്നും സഹായിക്കാം, തിരുത്താനും നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലേ എനിക്കെന്ത് മാറ്റാൻ പറ്റും എന്നുള്ളതിനെ അതിനാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്. അത് ആ കറേജ് ഈ ആൽക്കഹോളിക്സ് അനോണിമസ് നമുക്ക് വരും. പക്ഷെ കുറച്ച് ഫാക്ടുകൾ ഞാൻ ഇങ്ങനെ എന്റെ അനുഭവത്തിന്റെ ഇതിൽ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അഡ്മിറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്ത് സന്തോഷത്തോടെ ദീർഘകാലം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും സത്യസന്ധരായിക്കൊണ്ട് എഗെയിൻ ആൻഡ് എഗെയിൻ, ഒന്നാമത്തെ പടി മുതൽ നമ്മളോട് പറയുന്നത് യു ഹാവ് ടു ബി ഹോണസ്റ്റ്. സ്വാഭാവികമായും ഞങ്ങളുടെ ശരിയായും ഞങ്ങളുടെ പ്രിയങ്കരവും തികച്ചും സ്വകാര്യമായ പടി അനുഷ്ഠിക്കേണ്ട ആളെയോ ആളുകളെയോ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വളരെയേറെ ആലോചിക്കുന്നു. കുമ്പസാരവും മറ്റും അനുശാസിക്കുന്ന മതവാദത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ മതവാദത്തിൽപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ അപ്രകാരം കുമ്പസാരം സ്വീകരിക്കുന്നതിന് ശരിയായ മണ്ണം ചുമതലപ്പെട്ടിരുന്ന അധികാരിയുടെ അടുത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് മതപരമായ യാതൊരു ബന്ധങ്ങളും ഇല്ലെങ്കിലും സുസ്ഥാപിതമായ ഒരു മതം നിയോഗിച്ചിട്ടുള്ള ആരുടെയെങ്കിലും അടുത്ത് ഞാൻ സംസാരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചോളം നല്ല കാര്യമായിരിക്കും. അപ്രകാരമുള്ള ഒരാൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാണാനും മനസ്സിലാക്കാനും പെട്ടെന്ന് കഴിവുള്ള ഒരാളെന്ന് മിക്കപ്പോഴും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ അമിത മദ്യാസക്തരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുമായും കണ്ടുമുട്ടാൻ തീർച്ചയായും നിങ്ങൾക്ക് ഇടയാറാറുണ്ട്. അപ്പൊ ഇവിടെ ഈ നമ്മൾ നല്ലൊരു 4ാമത്തെ പടി എഴുതിയതിനു ശേഷം കാരണം അതിനകത്താണ് പറയുന്നത് ഈ ലോകത്ത് നമുക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ സത്യസന്ധമാണ്. ആ സത്യസന്ധത എന്നാണ് ഭയം കൂടാതെ അതിസൂക്ഷ്മതയും കൂടിയിട്ടുള്ള നമ്മുടെ 4th സ്റ്റെപ്പാണ്. ആ 4th സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5ാമത്തെ പടിയിൽ എങ്ങനെയൊക്കെ അതിനുള്ളൊരു 1-2 ഓപ്ഷൻസ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെടുന്നത്. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചുള്ളവർക്ക് കുമ്പസാരം എന്നുള്ളൊരു സംഭവമാണ്. ഞാനൊക്കെ കുമ്പസാരിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഞാനും കുമ്പസാരിക്കും, കാരണം കുമ്പസാരിക്കണം എന്നുള്ളൊരു മാൻഡാറ്ററിയാണ്. എല്ലാ വർഷമൊന്നും കുമ്പസാരിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു, എന്നാലും കുമ്പസാരിക്കണം. അപ്പൊ ആ കുമ്പസാരത്തിന് എന്താ കളവ് പറഞ്ഞിട്ടുണ്ടോ, നുണ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അത് പറഞ്ഞിട്ട് ഒരു 3 മിനിറ്റിൽ അച്ഛൻ്റെ മുമ്പിൽ പോയിരുന്ന മുട്ടിക്കുത്തിയിരുന്നത്. കത്തോലിക്കർക്കാണെങ്കിൽ ഒരു കുമ്പസാരക്കൂട്ടിൽ അച്ഛൻ ഇരിക്കണം, പുറത്ത് ഇരുന്നിട്ട് ചെവിയില് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. ഞാൻ കത്തോലിക്കലല്ല, മറ്റേ ഓർത്തഡോക്സ് ഇതിനകത്ത് പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് നേരിട്ട് അച്ഛൻ്റെ മുഖത്തോട് നോക്കി പറയണം, തറയിൽ മുട്ടുകുത്തിയിരുന്നിട്ട്. എന്ത് വെറും പ്രശ്നമല്ലേ, എന്തെങ്കിലും ഇതാണ്. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെയുള്ള ഒരു ഉൾക്കൊള്ളുന്ന നമുക്ക് ചില മതത്തില്, എല്ലാ മതത്തിലും കുറച്ച് നമുക്ക് ചില വ്യക്തികളെ വ്യത്യസ്തരായിട്ടുള്ള ചില പുരോഹിത വർഗത്തെ കാണാൻ പറ്റും. അവരുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം, ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഈ പടിയുടെ, അത് നമ്മുടെ അദ്ദേഹത്തിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് നമുക്കൊരു വിശ്വാസമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ സമീപിക്കുക. അത് ഏത് മതത്തിലാണെങ്കിലും, ഹിന്ദു മതത്തിലാണെങ്കിലും നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, 4th സ്റ്റെപ്പ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ പടി ചെയ്യാനുള്ള ആള് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. അത് ഏത് മതത്തിൽ, ഇസ്ലാമിലുള്ളവരാണെങ്കിൽ നല്ല നല്ല മൗലവിമാരും ഉസ്താദുമാരൊക്കെ ഇല്ലേ, ശരിക്കും ചിലർക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പോലും അറിവുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ബുക്ക് ഒന്ന് കൊടുത്തിട്ട് ഇതിന്റെ 4-5 പടിയുടെ ഭാവം ഒന്ന് വായിച്ച് മനസ്സിലാക്കി പറഞ്ഞാൽ അവർക്ക് സന്തോഷമായിരിക്കുള്ളൂ. നമ്മൾ മിക്കവാറും കാര്യങ്ങളിൽ ഇന്നത്തെ അതൊക്കെ ഈ ബുക്ക് എഴുതുമ്പോൾ ഉള്ളൊരു 100 പേരുള്ളൊരു കാലത്ത് എഴുതിയൊരു സംഭവം എന്നത് ഓർക്കണം. അന്ന് ഈ 100 പേരേ ഉള്ളൂ. ആ 100 പേരെ സംബന്ധിച്ചോളം ഒരു ആളുകളെ കണ്ടെത്താൻ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഇതിനോടൊപ്പം പാർട്ടിലായിട്ടുണ്ടാകുന്ന അതിനകത്തുണ്ടാകുന്ന പലരും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നൊക്കെ വന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ആ മതത്തില് അധിഷ്ഠിതമായിട്ടുള്ള ആളുകളെയൊക്കെ പറയുന്നുള്ളൂ. പിന്നീട് ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇന്ന് ലക്ഷക്കണക്കിന് അംഗങ്ങളായി ഈ ഗ്രൂപ്പിൽ തന്നെ ഇത്രയും പേര് ഇരിപ്പില്ലേ. അപ്പൊ ഇവിടെ നമുക്ക് അതിനൊരാളെ നമുക്ക് AIL തന്നെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇതിന് അങ്ങനെ ഒരു വശം കൂടി ഉണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ അത് ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല.
മതത്തിന്റെ അധിഷ്ഠിതമായിട്ടുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി അടുത്തത്, ഞങ്ങൾക്ക് അതിന് പറ്റിയില്ലെങ്കിലോ അഥവാ ഞങ്ങൾ അത് ചെയ്യാൻ പറ്റാത്ത നിലയിലാണെങ്കിലോ ഞങ്ങൾ മിതഭാഷയും സഹൃദയമായ ഒരു സുഹൃത്തിന്റെ സൗഹൃദം നേടുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ഞങ്ങളുടെ ഡോക്ടറോ മനഃശാസ്ത്രജ്ഞനായിരിക്കാം മനുഷ്യൻ. അത് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾപ്പെട്ട ആരെങ്കിലും ഒരാളോ ആവാം. പക്ഷെ അവരെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ളതോ അസുസൂക്ഷ്മമാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഭാര്യമാരോടും മാതാപിതാക്കളോടും വെളിപ്പെടുത്തരുത്. മറ്റൊരു വ്യക്തിയെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തൊലി രക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല. ഞങ്ങളുടെ കഥയിലെ അത്തരം ഭാഗങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നതും എന്നാൽ അത് ഒട്ടും ബാധിക്കാത്തവരുമായ ഒരാളോട് പറയുന്നു. നാം നമ്മളോട് കാഠിന്യമുള്ളവരായിരിക്കും, മറ്റുള്ളവരോട് പരിഗണനയുള്ളവരായിരിക്കും ചെയ്യുക എന്നാണ് ഇതിന്റെ നിയമം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ കാര്യം തന്നെയാണ് ഇതിനകത്തുള്ളത്. അതാണ് അന്ന് ഈ ബുക്ക് എഴുതുമ്പോൾ ഇത്രയും പേരേ ഉള്ളൂ, മനസ്സിലായില്ലേ? 100 പേരുള്ളപ്പോഴാണ് ഈ 4th സ്റ്റെപ്പിന്റെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അന്നത്തെ കാലത്ത് അവരെ സംബന്ധിച്ചോളം ഈ പ്രോഗ്രാം മനസ്സിലാക്കുന്നവരെന്ന് പറഞ്ഞാൽ 100 പേരും, കുറച്ച് പേര് വന്നും പോയിരിക്കുന്നവരും, പിന്നെ കുറച്ച് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ കുറച്ച് പുരോഹിതം വർഗം അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെയാണല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കണം അന്ന് കഴിഞ്ഞു. പക്ഷെ ഇന്നിപ്പോ അതിന്റെ ഒരു ആവശ്യമില്ല ഈ ഒരു ഭാഗത്തിന്. പക്ഷെ അതിനകത്ത് ഒരു കാതലായിട്ടുള്ള ഭാഗം, ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അത് അങ്ങനെ തന്നെ ആവണമെന്നുള്ളൊരു ആവശ്യമില്ല. പക്ഷെ ഓരോരുത്തരും നമ്മളെ മനസ്സിലാക്കുന്ന സഹൃദയനായിട്ടുള്ള ഒരു സുഹൃത്തിന്റെ സഹായം. ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് ഒരുവിധമുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാളും ഒക്കെ ഉണ്ടാവും. പിന്നെ എയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഡോക്ടറോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റൊക്കെ ആവാം, മനഃശാസ്ത്രജ്ഞനോ ഒരു സൈക്കോളജിസ്റ്റൊക്കെ ആവാം. പക്ഷെ ഇവിടെ അത് പറയുന്നില്ല. അത് ഞങ്ങളുടെ കുടുംബത്തിൽ പെട്ട ആരെങ്കിലും ഒരാളാകാം, മനസ്സിലായില്ലേ? അന്ന് ആ കാലത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ഒരു പക്ഷെ ശരിക്കും അടുത്ത ഒരാളായിട്ട് നമ്മൾക്ക് ഇന്നത്തെ കാലത്തൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാളെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ആ കാലത്ത് അതൊരു അതല്ല, അതുകൊണ്ട് ഇത് 5ാമത്തെ പടിയുടെ ഒരു ഓപ്ഷനായിട്ട് പറയാറുണ്ട് ഈ പാരഗ്രാഫ്, മനസ്സിലായില്ലേ? അത് പക്ഷെ എപ്പോഴും ഓർക്കുക, ഏതായാലും അങ്ങനെ ചെയ്താലും, ഇന്നത്തെ കാലത്ത് ചെയ്താൽ പോലും നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അവരെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള അസന്തുഷ്ടരാക്കുന്ന രീതിയിലുള്ളതായ ഒരു കാര്യവും ഭാര്യമാരോടും മാതാപിതാക്കളും എടുത്തു. ഭാര്യമാരോടൊക്കെ 5ാമത്തെ പടി ചെയ്യാൻ പറ്റും. ഈ ഭാഗം വെച്ചുകൊണ്ടൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ചില പഴമക്കാർ ചിലത് പറയും ഭാര്യമാരോടൊക്കെ വേണ്ടി നമുക്ക് വേണ്ടി 5ാമത്തെ പടി ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ ഇമ്പോസിബിൾ. ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് 5ാമത്തെ പടി ചെയ്ത് 2 പേരുടെ കാര്യം എനിക്കറിയാം. അവരോട് 5ാമത്തെ പടി കഴിഞ്ഞിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞേക്കണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബോധപൂർവമാണോ എന്തുകൊണ്ടാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. അത് ഭാര്യമാരുടെ കയ്യിൽ എത്തിപ്പെട്ടു, മനസ്സിലായില്ലേ? 2 പേരും ഇപ്പൊ സ്ട്രഗിൾ ചെയ്യാണ് ആ റിലേഷൻ വീണ്ടും ഇതാക്കാനായിട്ട്. മാനസികമായിട്ടുള്ള അകർച്ചയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈ അഴുക്കുകൾ അഴുക്കാൻ വേറെ ആളുടെ തലയിലേക്ക് എത്തിക്കാനും, അതുപോലെ തന്നെ ഈ വളരെ ഇതായിട്ട് രഹസ്യമയമായിട്ട് സൂക്ഷിക്കേണ്ടതുമാണ്. അതും ഞാൻ ഇതിനോടൊപ്പം പറഞ്ഞു. നിങ്ങളുടെ 4ാമത്തെ പടി നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലോക്ക് ആൻഡ് കീയിൽ തന്നെയായിരിക്കണം. ഒരിക്കലും കെയർലെസ് ആയിട്ട് ഇത് എഴുതിയിട്ടത്. അതുപോലെ നമ്മൾ പറയുന്ന ആളോട് അവർക്കത് വേദന ഉണ്ടാക്കുന്നതിന് നമ്മൾ ആ കാര്യം പറയാൻ പാടുണ്ടോ? നമ്മുടെ വിഷമം ഇറക്കാനും അയാളുടെ വിഷമിപ്പിച്ചിട്ട് എന്ത് കാര്യമുള്ള? നമ്മുടെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ എന്തെങ്കിലും ദുരുപയോഗം ചെയ്തതിനെ കുറിച്ച് അയാളോട് പറയുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ഭാരം ഇറക്കാനായിട്ട് വേറൊരു തലയിലേക്ക് ഇതൊന്നും ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് ആ കാലത്തുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ കാണുക. പക്ഷെ ഇത് ഇന്നത്തെ കാലത്തും അത് റിലവന്റ് ആണ്. മറ്റൊരു വ്യക്തിയെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തൊലി രക്ഷിക്കാൻ നമുക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ കഥയിൽ അത്തരം ഭാഗങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നു, എന്നാൽ അത് ഒട്ടും ബാധിക്കാത്ത ഒരാളോട് പറയുന്നു. നാം നമ്മളോട് കാഠിന്യമുള്ളവരായിരിക്കും, മറ്റുള്ളവർ പരിഗണനയുള്ളവരായിരിക്കും ചെയ്യുക എന്നാണ് നിയമം. നാം നമ്മളോട് കാഠിന്യമുള്ളവരായിരിക്കും, മറ്റുള്ളവരോട് പരിഗണനയുള്ളവരായിരിക്കും. അത് യെസ്, the rule is we must be hard on ourselves but always considerate to others. അത് അതിനകത്തൊരു കാര്യം 20ാമത്തെ പേരിലത് ആയിട്ടുണ്ടോ? As our very lives as ex-problem bringers depend upon our constant thought of others and how we may help meet their needs. സ്നേഹമായിരിക്കണം നമ്മുടെ ഈ ഒരു മനോഭാവത്തില്. നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരു ഭാവമാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മളുടെ വിഴുപ്പലക്കിയിട്ട് മറ്റുള്ളവന്റെ വീട്ടിലെ സമാധാനം കെടുത്താൻ നമ്മൾ ശ്രമിക്കരുത്. മലയാളത്തില്
മലയാളത്തില് ഏത് ഭാഗത്താണെന്നൊക്കെ ഏതായാലും എനിക്കത് മനസ്സിലാക്കാവുന്ന ഒരു സിമ്പിൾ ഇംഗ്ലീഷ് ആണല്ലോ, ഒരു സിമ്പിൾ ഇംഗ്ലീഷ് ആണല്ലോ അത്. അപ്പൊ അത് മനസ്സിലാക്കുക. Yes, the rule is we must be hard on ourselves, but always considerate of others. മറ്റുള്ളവരെ നമ്മൾ കരുതുന്നുള്ളവരായിരിക്കും. അതുകൊണ്ട് ഞാൻ 5ാമത്തെ പടി ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു വിശുദ്ധനാവാൻ പോകുന്നു എന്നുള്ളൊരു ഭാവം നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ ഈ പടിയെ എടുത്തു പോവുക. അപ്പൊ ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. ഇന്നു നിങ്ങൾ എന്നെ കേട്ടിരുന്നതിന് ഒത്തിരി സന്തോഷം. നിങ്ങൾ വന്നതിൽ സന്തോഷമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ നിങ്ങളുടെ അനുഭവങ്ങളോ ഇതിനകത്ത് പറയാൻ പറയാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു തമ്പി സാറ്, താങ്ക് യു വെരി മച്ച്. നമുക്ക് 20 മിനിറ്റോടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം എടുക്കുകയും നമുക്ക് ഈ അതിനും ബിഗ് ബുക്കിലോ പടികളിലോ പറഞ്ഞേക്കണ നമ്മളുടെ തോടില് കുരിശിറക്കാൻ ഭാരം ഇറക്കാൻ മറ്റുള്ളവന്റെ തോടില് കുരിശ് കയറ്റിടുന്നോ അങ്ങനെയുണ്ടല്ലേ? കൃത്യമായിട്ട് അങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. പിന്നെ നമ്മുടെ ഓക്കെ, അങ്ങനെ എന്തോ വായിക്കണം എനിക്ക്. നമ്മുടെ തോടില് കുരിശ് മറ്റുള്ളവന്റെ തോടില് കയറ്റരുന്നു നമ്മൾ പടികൾ ചെയ്യുമ്പോ. ഞാനിപ്പോ പറയാം, നോക്കിട്ട് പറയാം. അടുത്ത സംശയമുള്ളവർ മുമ്പിട്ട് വരാട്ടോ, ചോദിക്കുക. നിങ്ങൾക്ക് പടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ചെയ്യാൻ പോകുന്നവരും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ അകത്തുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സംസ്ഥാനോട് ചോദിക്കുക, അല്ലെങ്കിൽ സംസ്ഥാന നമ്പർ വരാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് ചോദിക്കാവുന്ന കാര്യങ്ങൾ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ആർക്കും സംശയങ്ങളൊന്നുമില്ല? ആരും മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, മുമ്പിട്ട് വരാം. താങ്ക് യു സാർ. ഞാൻ ചോദിക്കാം. ഞാൻ എന്തായാലും 40 കൂട്ടായ്മ സഹത്തിൽ എന്നെ സമർപ്പിച്ചിട്ടുള്ള എൻ്റെ പേര് ഷിബു. നമ്മൾ 1939 നമ്മൾ ഈ ബുക്ക് എഴുതിയത്. അപ്പൊ അന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ടാണല്ലോ ഈ ഭാര്യമാരോടും അവരോടും അല്ലെങ്കിൽ അങ്ങനെ പറയണം, ഭാര്യമാരോടെന്നുള്ള ഒരു അവിടെ വന്നത്. അതുകൊണ്ടല്ലേ ഒരുപക്ഷെ അതിന് സോസ്പോർട്ട് ഗ്രൂപ്പിന്റെ ഒരു ഇൻഫ്ലുവൻസും കാണുമായിരിക്കും. കാരണം അന്ന് അവര് അങ്ങനെയാണല്ലോ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. നമ്മൾ ഇത്രയും വർഷമായി, ഇത്രയും ജനങ്ങളുണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാനേ. അല്ലേ സാറേ? അതാണല്ലോ ഞാൻ പറഞ്ഞ ഷിബു, അതാണ് അതിന്റെ കാരണം. അന്ന് 100 പേരുള്ളപ്പോൾ, ഈ ബുക്ക് എഴുതുമ്പോൾ 100 പേരുള്ള, ആ 100 പേരുള്ളപ്പോ അവർക്ക് ഒന്ന് 5ാമത്തെ പടി ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം. ഒരാളുടെ ഇപ്പൊ സ്വന്തം ഭാര്യയോട് നല്ലതല്ല, ഭാര്യമാരോടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വലിയ ലേഡി മെമ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിലും അതിനകത്തൊക്കെ ആ കാലത്ത് കുറച്ചുകൂടെയൊക്കെ ഡീസൻസി ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പൊ നമുക്കിപ്പോ ഇന്നത്തെ കാലത്ത് ഒരു ഗ്രൂപ്പില് ലേഡീസ് നമ്മുടെ വന്ന് മീറ്റിംഗിൽ ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാലം മാറിയിരിക്കുന്നു, മനസ്സിലായില്ല? ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലൊക്കെ ഉള്ള ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഡീസൻസി ഉള്ള കാലം, അതിനൊരു പവിത്രതയോട് കൂടിയൊക്കെ കണ്ടിരുന്നു, മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തെ ഈ 100 പേര് റിക്കവറി ആയതെന്ന് പറഞ്ഞാൽ അന്നത്തെ സ്ഥലത്ത് 100 പേര് വന്നാല് 75 പേരും റിക്കവറിയിൽ വന്നിരുന്നു ആ കാലത്ത്. ബുക്ക് എഴുതുന്ന ഫസ്റ്റ് ഇതിനകത്ത്, സെക്കൻഡ് 2ാമത്തെ എഡീഷന്റെ ഇതിനകത്താണ് പറഞ്ഞേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 85% റിക്കവറി ഉണ്ടായിരുന്നു ആ കാലത്ത്, മനസ്സിലായില്ലേ? ഇപ്പൊ അതല്ലല്ലോ. അങ്ങനെയൊക്കെയുള്ളൊരു വ്യത്യാസമുണ്ട്. ഇന്നത്തെ കാലത്ത് മനോഭാവം അല്ല ആൾക്കാരുടെ അന്നത്തെ. അന്നോ അതിനൊരു തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ഒരു ഇത്തിരി പ്രായം കൂടിയിട്ട് ഒരു അമ്മച്ചിയാണെങ്കിൽ ആ അമ്മച്ചിയുടെ അടുത്ത് വേണമെങ്കിൽ ഒരു മകനെ പോലെ വേണമെങ്കിൽ തന്റെ തെറ്റുകളൊക്കെ ഏറ്റു പറയാനായിട്ടൊക്കെ അന്ന് സാധിക്കുമായിരുന്നായിരിക്കും. അപ്പോൾ ഒരാളുടെ ഭാര്യയാണല്ലോ, പക്ഷെ അവരുടെ കുടുംബത്തെ ബാധിക്കാതെ അവരെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അതൊക്കെയാണ് അവർ അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അതൊന്നും സാധ്യമല്ലല്ലോ. ഇന്നിപ്പോ ആണുങ്ങളോട് പറയാൻ തന്നെ ആൾക്കാർക്ക് പേടിയാണ്, പിന്നെ പെണ്ണുങ്ങളോട് പറഞ്ഞോടെ. അതാണ് അതിന്റെ കാരണം.
ഷിബു പറഞ്ഞത് അതാണ് അതിന്റെ കാരണം. അന്ന് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ ഇത് സാധ്യമായിരുന്നു. ഇന്ന് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് വന്നവരാണല്ലോ കൂടുതൽ ഉണ്ടായിരുന്നത്. താങ്ക് യു തമ്പി സാറെ. മറ്റേ ആർക്കെങ്കിലും സംശയം വേണ്ടി മുമ്പിട്ട് വരാം. IPL നടക്കുന്നുണ്ടാകുന്നു, ആളുകൾ കുറവാണ്. എന്നാ സാറേ? IPL ക്രിക്കറ്റ് ഇവിടെ നടക്കുകയാണ്, അതുകൊണ്ടൊന്നും ആളുകൾ കുറവാണ്. അതിന് പോകും. പക്ഷെ എന്നാലും 10-30 പേരുണ്ടായിരുന്നല്ലോ. അത് സാധാരണ ഇപ്പൊ അങ്ങനെയൊക്കെ വരാളൂ. പക്ഷേ ഈ 5ാമത്തെ പടി ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ മനുഷ്യനും ഈശ്വരനുമായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ നമ്മുടെ ഭയം, ഏകാന്തതാബോധം ഇതൊക്കെ കഴിയുന്നതിനെ പറ്റി ഒന്നോടൊന്ന് വിശദീകരിക്കാമോ? നമ്മള് 1, 2, 3 പടികള് ചെയ്ത് കഴിയുമ്പോ റെക്കോർഡിങ് നിർത്തിയേക്കല്ലേ? നിർത്തിയേക്കാമോ? റെക്കോർഡിങ് ആരാ? ഞാൻ നിർത്തിയാൽ റെക്കോർഡിംഗ് ഉണ്ട്.